ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡെൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. അത് ഉപയോഗിച്ച് ഒരു ഓപ്പറേഷനും പറഞ്ഞു. ദാറ്റ് ഓപ്പറേഷൻ വാസ് ഡെൽ ടി. ഓക്കെ, അതായത് ഡെൽ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഓപ്പറേറ്റർ ആണ്. ആ വെക്റ്റർ ഓപ്പറേറ്റർ ടി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ സ്കെയിലാർ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, വെക്റ്റർ ഫംഗ്ഷൻ പറഞ്ഞു. അപ്പം ഈ ആക്ഷൻ ആണ് പറഞ്ഞത്. ആ ഡെല്ലിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയായിരുന്നു, ഡെൽ ഈസ് ഈക്വൽ ടു സം എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ, ഇതൊരു സ്കെയിലാർ ഫംഗ്ഷനാണ്. ഈ സ്കെയിലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി ആ സ്കെയിലാർ ഈ ഡെൽ ടി, അല്ലെങ്കിൽ നമ്മളിതിനെ വി കോൾ ഇറ്റ് ആസ് ഗ്രേഡിയൻറ്റ്, ഗ്രേഡ് ടി എന്നും എഴുതാറുണ്ട്, ഗ്രേഡിയൻറ്റ് ഓഫ് ടി എന്നുള്ള രീതിയിൽ എഴുതാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദെൻ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ടായിരുന്നു. അതിനൊരു പർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് കുറച്ച് ഒക്കെ ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇനിയുള്ള കുറച്ച് തിയറി പറഞ്ഞതിന് ശേഷം പ്രോബ്ലംസ് ഒരുമിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡെൽ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം ഡെൽ എന്ന് പറയുന്ന ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് എ വെക്റ്റർ, പക്ഷെ അതിന് എന്തുണ്ട്, ഒരു വെക്റ്ററിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു വെക്റ്ററിനെ പോലെ എനിക്ക് എടുക്കാവുന്ന സാധനങ്ങളാണ്. കാരണം ഒരു എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് കമ്പോണന്റ് ഫോമിലാണ്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ഈ ഒരു ഡെൽ ഓപ്പറേറ്ററിന് എന്തിൽ ആക്ട് ചെയ്യാം, ഇറ്റ് ക്യാൻ act on a scalar function or a vector function. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ രണ്ടിലും ആക്ട് ചെയ്യാം. ഇതിനകത്ത് സ്കെയിലാർ ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡെൽ എന്ന് പറയുന്ന വെക്റ്റർ ഓപ്പറേറ്ററിന് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ ടി ആസ് വെൽ ആസ് ഓൺ വി. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ ഞാൻ ടിയോ ഫൈയോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ, സ്കെയിലാർ. അപ്പോൾ ഇവിടെ നമ്മൾ ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് എ സ്കെയിലാർ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ വി ഒരു വെലോസിറ്റിന്നോ അങ്ങനെ ഒരു വെലോസിറ്റി ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ഇത് വെക്റ്റർ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് വെക്റ്റർ സൈൻ ഇട്ട് പോവാം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഫൈ ഉപയോഗിക്കാറുണ്ട് യൂഷ്വലി ചില ടെക്സ്റ്റ് ബുക്സിൽ. ഓക്കെ, അതിൽ കാര്യമില്ല, ഇത് സ്കെയിലാർ ആണെന്നും വെക്റ്റർ ആണെന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽ ടിയിൽ എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ എഴുതിയ ഡെൽ ടി ഓർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഇനി ഡെൽ എങ്ങനെ ഒരു വെക്റ്റർ ഫംഗ്ഷനിലേക്ക് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡെല്ലും ഒരു വെക്റ്റർ ഫംഗ്ഷനും കൂടെ നമുക്ക് എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെൽ എന്ന് പറയുന്നതിന് ഒരു വെക്റ്റർ നേച്ചർ അസ്യൂം ചെയ്തു. ആൻഡ് വി എന്ന് പറയുന്നതും ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആണ്. കാരണം ഈ വെക്റ്റർ ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, സം ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു സം എക്സ് ക്യാപ് പ്ലസ് സം ജി ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു വൈ ക്യാപ്. അതായത് ഇവിടെ എല്ലാം ഓരോ ഇൻഡിവിജ്വലി ഓരോ ഫംഗ്ഷനും ആ ഫംഗ്ഷൻ ഓരോന്നിനും എന്തുണ്ട്, ഒരു എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് ഉണ്ടാവും. ഈ രീതിയിലാണ് എന്തിനു എഴുതുക, വെക്റ്റർ ഫംഗ്ഷൻ എഴുതിയാലിരിക്കുക. നമ്മൾ അതിനുള്ള എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് നമ്മളിത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇല്ലെങ്കിൽ എക്സ് സ്ക്വയർ വൈ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരാം. ഇവിടെ എല്ലാം ഓരോ ഫംഗ്ഷൻസ് വരുമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എനിവേ ഇത് രണ്ട് വെക്ടേഴ്സ് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടറും ബി എന്ന് പറയുന്ന ഒരു വെക്ടറും ഉണ്ടെങ്കിൽ ഇവയുടെ ഇടയിൽ രണ്ട് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് പോസിബിൾ ആണ്. ഒരു ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്കെയിലാർ പ്രോഡക്റ്റ്, ഓർ ഒരു ക്രോസ് പ്രോഡക്റ്റ് ഓർ എ വെക്റ്റർ പ്രോഡക്റ്റ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഡെല്ലും വിയും കൂടെ എന്ത് ചെയ്യാം, ഈ ഡോട്ട് ഉപയോഗിച്ചും ക്രോസ് ഉപയോഗിച്ചും എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. അതായത് വി ക്യാൻ ഹാവ് എ ഡെൽ ഡോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോട്ട് ചെയ്യുന്ന എപ്പോഴും എവിടെയാണ്, രണ്ട് വെക്ടറിനിടയ്ക്കാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലയിടത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. അതായത് ഡെൽ ഡോട്ട് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാവുന്നത് ഒരു വെക്ടർ ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, മസ്റ്റ് ആണ്. അല്ലാണ്ട് ഒരു സ്കെയിലാറുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എ ഡോട്ട് 3 എന്ന് പറയുന്നതിന് മീനിങ് ഇല്ല. കാരണം എ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്,
3 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വെക്ടർ. നമ്മൾ എന്ത് എഴുതാം? a ഇൻറ്റു 3 എന്ന് എഴുതിക്കോളൂ. ഇറ്റ് ഹാസ് മീനിങ്. പക്ഷേ a ഡോട്ട് 3 എന്ന് പറഞ്ഞാലോ a ക്രോസ് 3 എന്ന്, ഇത് സാധാ വെക്ടറാണ്. ഈ എ ബി എന്ന് എഴുതുന്നത് നമ്മുടെ യൂഷ്വൽ വെക്ടറാണ്, 3i + 5k+ എന്ന് എഴുതുന്നത്. ഇത് ഫംഗ്ഷൻസ് അല്ല, ജസ്റ്റ് വെക്ടേഴ്സ് മാത്രമാണ്. അപ്പോൾ a ഡോട്ട് 3 എന്ന് എഴുതിയാലോ a ക്രോസ് 3 എന്ന് എഴുതിയാലോ ഇതൊക്കെ മീനിങ്ലെസ് ആണ്. ഓക്കെ, കാരണം നമുക്കിവിടെ എന്തേ പറ്റുള്ളൂ? അടുത്തതൊരു വെക്ടർ ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ വെക്ടർ. അപ്പോൾ ഇത് ഡെൽ ഡോട്ട് എടുത്താലും ഡെൽ ക്രോസ് എടുത്താലും അത് എന്തുമായിട്ട് മാത്രമേ എടുക്കാവൂ? വെക്ടറുമായിട്ട് മാത്രമേ എടുക്കാവൂ. അതേപോലെ ഡെൽ എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ആണെങ്കിൽ ഗ്രേഡിയന്റ് എപ്പോഴും എടുക്കുന്നത് എന്തിനാണ്? ഗ്രേഡിയന്റ് എന്ന് നിങ്ങൾ എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില സാധനങ്ങളൊക്കെ 0 എന്ന് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മീനിങ്ലെസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് അത്ര അറിഞ്ഞാൽ മതിയാവും. ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാറെ എടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഡെൽ ഡോട്ട് ഓഫ് എ വെക്ടർ, ദെൻ നമുക്ക് എന്തും കൂടെ ഉണ്ട്? ഡെൽ ക്രോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? ഒരു ഡെൽ ഡോട്ട് വി ഉണ്ട്, ദെൻ വി ഹാവ് എ ഡെൽ ക്രോസ് വി. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പേരൊക്കെ പറയാം. പേര് പറഞ്ഞതിന് ശേഷം നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. ഓക്കെ, 1-2 വെക്ടർ ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്ത് അതിനെ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ്. നമുക്ക് ആദ്യം ഇതെന്താണെന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാം. അപ്പം ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് ഡൈവേർജൻസ് ആൻഡ് വി കോൾ ഡെൽ ക്രോസ് വി ആസ് കേൾ. ഓക്കെ, സോ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേൾ, ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെക്ടർ ഓപ്പറേഷൻസ് യൂസിങ് ഡെല്ല് വെച്ചിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാവാം. ഡെല്ലും ഡെൽ ക്രോസും ഇതൊക്കെ പല രീതിയിൽ കമ്പൈൻ ചെയ്യാം. അതിനകത്ത് ഏതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ള നമുക്ക് പിന്നെ നോക്കാം. എനിവേ, ഇതാണ് നമ്മുടെ 3 ഓപ്പറേഷൻസ്. വൺ ഈസ് ഗ്രേഡിയൻറ്റ്, നമ്മൾ യൂഷ്വലി ഇതിനെ ഗ്രേഡ് എന്ന് മാത്രം എഴുതാറുണ്ട്. ദെൻ ഡൈവേർജൻറ്റ് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡെൽ ഡോട്ട് വി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഗ്രേഡ് ടി എന്ന് എഴുതിയാലും മീനിങ് ഇതാണ്. ഓക്കെ, ഇവിടെ എന്തെഴുതാം? ദിസ് ഈസ് ഡൈവ് ഓഫ് വി എന്നെഴുതാം. ഇവിടെ കേൾ ഓഫ് ടി എന്നെഴുതും. ഓക്കെ, ഇങ്ങനെയും മാത്തമാറ്റിക്കലി തന്നെ ഇങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ക്രോസും ഡോട്ടും ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ 3 ക്വാണ്ടിറ്റീസിൽ ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഡൈവേർജൻറ്റും കേളും ഒന്ന് നോക്കാം. ഓക്കെ, സോ ഡൈവേർജൻസ്. സോ ഡൈവേർജൻസിൻ്റെ കേസിൽ നമുക്കിവിടെ ഡെൽ ഡോട്ട് വി ആണുള്ളത്. അപ്പോൾ ഡെല്ലിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ബോറടിക്കുന്നുണ്ടാവും. നമ്മളിത് നേരത്തെ പഠിച്ചതായിരിക്കും നിങ്ങൾ മാത്സിൽ. നിങ്ങൾ ഈ സെമ്മിലാണോ പഠിക്കുന്നത്? ഹലോ, സെക്കൻഡ് സെമ്മിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, കുഴപ്പമില്ല. എനിവേ, എന്തായാലും നമുക്കൊന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് പോവാം. അപ്പോൾ ഡെൽ നമുക്ക് വേണ്ടുന്നത് ഡെൽ ഡോട്ട് വി ആണ്. അപ്പോൾ ഡെൽ എന്ന് പറയുന്നതിനെ എനിക്കറിയാം എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ആണ്. ദിസ് ഈസ് മൈ ഡെൽ. ഓക്കെ, ഇനി വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ വെക്റ്റർ ഫംഗ്ഷൻ നോക്കിയാൽ എങ്ങനെയാണ് ഇരിക്കുക? സം ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷണൽ പാർട്ട് ഉണ്ടാവും ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് സം അതർ പാർട്ട് ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് സം അതർ പാർട്ട് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ഇതായിരിക്കും നമ്മൾ വെക്റ്റർ ഫംഗ്ഷൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ആണ് എൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എന്ത് വെക്റ്റർ ഫംഗ്ഷനും 3 കമ്പോണൻസ് ഉണ്ടാവും. ഒരു എക്സ് കമ്പോണൻ്റ് ഉണ്ട്, ഒരു വൈ കമ്പോണൻ്റ് ഉണ്ട്, ഒരു ഇസഡ് കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 പേരെയും ഒന്ന് ഫിക്സ് ചെയ്യാം. നമ്മൾ ജനറലി ഒരു വെക്ടർ എടുക്കുന്നുണ്ട്. എനിക്ക് എന്തെടുക്കാം? ഐ കോൾ ഇറ്റ് ആസ് വി എക്സ് ആൻഡ് ദിസ് ഈസ് വി വൈ ആൻഡ് ദിസ് ഈസ് വി ഇസഡ്. ഈ വി എക്സ്, വി വൈ, വി ഇസഡ് എന്ന് കണ്ടുകൊണ്ട് എന്ത് വിചാരിക്കരുത്? വി എക്സ് ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് തെറ്റിദ്ധരിക്കരുത്. വി എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഇൻ ജനറൽ. അതേപോലെ വി വൈയും. അല്ലാണ്ട് വി എക്സ് എന്ന് കാണിക്കുന്നത് എക്സ് ഡയറക്ഷൻ എന്ന് കാണിക്കാനാണ്. അല്ലാതെ വി എക്സ് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട്, ഇതെന്താവണം എന്ന് നിർബന്ധമില്ല. എക്സിൻ്റെ എക്സ് ഓൺലി ഫംഗ്ഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, എനിവേ ഇൻ ജനറൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ്. അപ്പോൾ ഇനി ഇത് തമ്മിലാണ് നമുക്ക് ഡോട്ട് ചെയ്യേണ്ടത്. അപ്പം ഡെൽ ഡോട്ട് വി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ എന്താവും? എക്സ് ക്യാപ്പ് ഇൻറ്റു എക്സ് ക്യാപ്പ്, അത്
സേ 1 ആയി പോയി, ഡയറക്ഷൻ പോയി, ദാറ്റ് ഈസ് പിന്നെ ക്രോസ് നമ്മൾ സാധാരണ ഡോട്ട് പോലെ അതാത് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ഡോ വി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ വി ഇസഡ് ബൈ ഡോ ഇസഡ്. സോ ഇതാണ് എന്ത് ഡെൽ ഡോട്ട് വി ഓർ ഡൈവേർജൻസിൻ്റെ ഡെഫിനിഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡൈവ് ഓഫ് വി എന്നെഴുതിയാൽ അതും ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡൈവേർജൻസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വി എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വി ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വി ഇസഡ് എന്ന് പറയുന്നതാണ് എന്ത് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡൈവേർജൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് ടേക്ക് ഓക്കെ ഏറ്റവും സിമ്പിൾ സാധനം എടുക്കാം. അപ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ അറിയാമല്ലോ. കാരണം വി എക്സ് ഞാൻ ഇതിൻ്റെ ഫിസിക്കൽ മീനിങ്ങോ ഐഡിയ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് വെറുതെ മാത്തമാറ്റിക്കലി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏതിനൊക്കെ ഡൈവേർജൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഒരു തിരിച്ചു വരികയാണ് ഇതിൻ്റെ ആൻസറിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ലെറ്റ് വി ഈസ് ഈക്വൽ ടു എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് ഇസഡ് ഇസഡ് ക്യാപ്. ആരോ വന്നു. ഓക്കെ, എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് ഇസഡ് ഇസഡ് ക്യാപ് എന്ന് പറയുന്ന വെക്റ്റർ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇതിനകത്തുനിന്ന് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡെൽ ഡോട്ട് വി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനർത്ഥം വി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്, വി വൈ ഈസ് ഈക്വൽ ടു വൈ ആണ്, ആൻഡ് വി ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഡെൽ ഡോട്ട് വി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. therefore ഡെൽ ഡോട്ട് വി ഈസ് ഈക്വൽ ടു ഡോ വി എക്സ് ബൈ ഡോ എക്സ് ഓഫ് വി എക്സ് ദാറ്റ് ഈസ് 1 പ്ലസ് ദെൻ അടുത്തത് 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. എനിവേ ഇതിൻ്റെ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ സാധനം ഒന്ന് ഓർക്കുക. ഇറ്റ് ഈസ് എ സിംഗിൾ നമ്പർ ആവണമെന്ന് എപ്പോഴും നിർബന്ധമില്ല, അത് പോട്ടെ. എനിവേ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, അതായത് ഡെൽ ഡോട്ട് വി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതിനകത്ത് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് ഡെൽ ഡോട്ട് വി ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ ആണ്. ഡെൽ ഡോട്ട് ഈസ് ഡൺ ഓൺ എ വെക്റ്റർ ബട്ട് ദ റിസൾട്ട് ഈസ് എ സ്കെയിലാർ. കാരണം എ ഡോട്ട് ബി പോലെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ കിട്ടിയതും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിനകത്ത് എക്സും വൈയും ഒക്കെ വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കേസിൽ നമുക്ക് ലക്ലി 3 എന്ന് കിട്ടി ആൻഡ് വി ഗോട്ട് എ +3. അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ ഫംഗ്ഷൻ്റെ കേസിൽ എനിക്ക് ഡൈവ് വി ഈസ് ഈക്വൽ ടു 3 +3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ് us do it for v. ഇതിനെ ഞാൻ v1 എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി v2 ഈസ് ഈക്വൽ ടു സം ഇസഡ് ക്യാപ്. ഓക്കെ, അപ്പം ഇത് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ. കാരണം ഇവിടെ നമുക്ക് എക്സ് ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ആണെന്നേ ഉള്ളൂ. എനിവേ ഇതെന്താണ്? ഇതും ഒരു സ്കെയിലാർ ഫംഗ്ഷൻ തന്നെയാണ്. ഇവിടെ എക്സിന് ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. എനിവേ ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ത് വരും? ഇസഡ് ക്യാപ്പിൻ്റെ കൂടെ വരുന്ന ആൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് വി ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇവിടെ നമ്മൾ വി എക്സും വി വൈ ഇല്ല, ദേ ആർ 0. ആൻഡ് വി ഇസഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതും 0. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി? ഡൈവേർജൻസ് ഓഫ് v2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണേ. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. v3 വിച്ച് ഈസ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, ഇസഡ് ഇസഡ് ക്യാപ്. ഓക്കെ, ഇതെല്ലാം സിമ്പിളാണ്, നമുക്ക് പാടായിട്ടുള്ളത് ചെയ്യണം. പക്ഷേ ഡൈവേർജൻസിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇസഡ് ഇസഡ് ക്യാപ്. അപ്പോൾ ഇതിൻ്റെ ഡൈവേർജൻസ് എത്ര വരും? ഡൈവേർജൻസ് ഓഫ് v3 ഈസ് ഈക്വൽ ടു ഇസഡ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് വി ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ്. അപ്പോൾ അതിനടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം വരും. ദാറ്റ് മീൻസ് ഐ ഗെറ്റ് എ വാല്യൂ 1. ശരിയല്ല? ഓക്കെ, ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ചെയ്തേക്കാം, ഇത് അല്ലെങ്കിൽ ഇത് പിന്നെ ചെയ്യാം. ഇത്ര ഇരിക്കട്ടെ. അപ്പം നമ്മൾ 3 ഫംഗ്ഷൻസിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? ഡൈവേർജൻസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഒന്ന് +3, ഒന്ന് 0, ഒന്ന് 1 എന്ന് എനിക്ക് കിട്ടി. ഓക്കെ,
നമുക്ക് ഈ 3 ഫംഗ്ഷൻസിനെയും ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ 2 ഡയമെൻഷനിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തത് ഇപ്പോൾ എല്ലാം നമുക്ക് 2 ഡയമെൻഷൻ മാത്രമായ പറ്റില്ല, കാരണം ഈ സെഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. എനിവേ നമുക്കൊന്ന് ആലോചിച്ചിട്ട് ഓരോന്നും പ്ലോട്ട് ചെയ്യാം. ആദ്യത്തത് നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് എക്സ് എക്സ് ക്യാപ് വൈ വൈ ക്യാപ് ഇസഡ് ഇസഡ് ക്യാപ്. ഇതിനെ ഞാൻ 2 ഡയമെൻഷനിൽ പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. തേർഡ് ഡയമെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എക്സ് വൈ ആൻഡ് ഇസഡ് ഇങ്ങോട്ടുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇസഡ് തൽക്കാലം വിചാരിക്കുന്നില്ല. അതായത് നിങ്ങൾ ഇത് എടുക്കണ്ട എന്നർത്ഥം. ഓക്കെ, ഇത് ഡ്രോ ചെയ്ത് എങ്ങനെ വരും? സോ ദിസ് ഈസ് 1 2 3 1 2 3. അപ്പം 0 0 ഈ വെക്ടറിൻ്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 0 0 0. 3 കമ്പോണൻസ് 0. ഓക്കെ, ഇനി അടുത്ത 1 1 ഇതിൻ്റെ ഈ വെക്ടർ എങ്ങനെ ഇരിക്കും? 1 1 ഇത് എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ക്യാപ്പ് എന്ന് വെച്ചാൽ എല്ലാത്തിനും 1 കൊടുത്തു. അപ്പം 2 ഡയമെൻഷൻ ആണെങ്കിൽ ഇത് എങ്ങോട്ടിരിക്കും? ഇവിടെ ഞാൻ ആ 1 1 എന്ന് പറയുന്ന വെക്ടർ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു വെക്ടർ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്, ഒരു പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കണം, ആ പോയിന്റിന്റെ വാല്യൂസ് എടുത്ത് എക്സ് വൈ സെഡിന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1 1 കൊടുക്കുമ്പോൾ എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ്, എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. 2 2ലേക്ക് പോകുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും? 2x ക്യാപ്പ് പ്ലസ് 2y ക്യാപ്പ്. ഞാൻ അതിൻ്റെ വലിപ്പം കംപ്ലീറ്റ്ലി അതേപോലെ വരയ്ക്കുന്നില്ല, നമുക്കൊരു റിലേറ്റീവ് സ്കെയിലിംഗ് മതി കൂടുന്നു എന്ന് കാണിക്കാൻ. 3 ഇതെങ്ങനെ ഇരിക്കും? ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇനി നമുക്ക് ഈ പോയിന്റിലേക്ക് പോകാം. 2 1 ഇതെങ്ങനെയായിരിക്കും? എക്സ് ക്യാപ്പ് പ്ലസ് 2y ക്യാപ്പ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? വൈ ഓക്കെ, എക്സ് ക്യാപ്പ് ഇവിടെ ഇത് എക്സ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ വരയ്ക്കുമ്പം 2x ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് ഈ പോയിന്റിലെ വാല്യൂ എന്ന് വെച്ചാൽ വെറുതെ ഈ 2ഉം 1ഉം അതിനകത്ത് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പം ഇതെന്ത് ചെയ്യും? ഇത് കൂടുതൽ 2ലേക്ക് ചരിഞ്ഞ് നിൽക്കുന്ന ഒരു വെക്ടർ ആയിരിക്കും. ദാറ്റ് മീൻസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ ഡയറക്ഷനിലേക്കും ഇത് പ്ലോട്ട് ചെയ്താൽ, ഇൻ ദ എൻറ്റയർ പ്ലെയിൻ പ്ലോട്ട് ചെയ്താൽ എനിക്ക് കിട്ടുക, ഐ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു ഈ ഡയറക്ഷനിൽ പോകുന്ന ഫീൽഡുകളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെയാണ് കിട്ടുക. പക്ഷേ ഇതിൻ്റെ വാല്യൂ പോകുന്നത് ഇങ്ങനെയല്ല, അതായത് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് പോകുന്നത്? 1/r ആയിട്ടാണ്. അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, കുറഞ്ഞു വരത്തേ ഉള്ളൂ ഇതിൻ്റെ ലെങ്ത്, അത് പോട്ടെ. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ഡൈവേർജ് ചെയ്ത് ഔട്ട് പോകുന്നത്, അല്ലേ? ഡൈവേർജസ് ഔട്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഡൈവേർജസ് ഔട്ട് എന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയ വെക്ടറിനെ വരച്ചപ്പോഴും എന്ത് കിട്ടി? ഇത് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അങ്ങനെ ആ പുറത്തേക്ക് പോകുന്ന ആളുടെ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടി വിത്ത് എ വാല്യൂ 3. ഓക്കെ, ഇനി നമുക്ക് ഇസഡ് ക്യാപ്പ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇസഡ് ക്യാപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സേ എക്സും ഇസഡും കൂടെ വരയ്ക്കുന്നു വിചാരിക്കും. ഓക്കെ, ഇസഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇസഡ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. അപ്പം ഏത് പോയിന്റ് എടുത്താലും ഞാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പം എക്സ് 1 1 എന്നുള്ള പോയിന്റ് എടുത്താൽ ഇതിനകത്ത് കൊടുക്കാൻ എക്സോ ഇസഡോ വൈയോ ഇല്ല. അപ്പോൾ ഈ വാല്യൂസ് ഒന്നും എന്ത് ചെയ്യണ്ട, ഇവിടെ കൊടുക്കണ്ട. അപ്പം ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? ഇസഡ് ക്യാപ്പ്. ഇവിടുത്തെ വാല്യൂ എന്താണ്? ഇസഡ് ക്യാപ്പ്. ഇവിടുത്തെ വാല്യൂ എന്താണ്? ഇസഡ് ക്യാപ്പ്. ഇവിടുത്തെ വാല്യൂ, ഇവിടുത്തെ വാല്യൂ, ഇവിടെ എവിടെ എടുത്താലും ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇസഡ് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന. ഓക്കെ, നിങ്ങൾ 2 ഡയമെൻഷണൽ പ്ലെയിൻ ഇങ്ങനെ എടുത്തിട്ട് മേളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ വലിപ്പമുള്ള മുട്ടുസൂചികൾ നേരെ മുകളിലേക്ക് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ കുത്തി വെച്ചാൽ ഇരിക്കും. അതേപോലെ ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് വെക്ടർ, എല്ലാം എന്താണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, എല്ലാത്തിൻ്റെ ഡയറക്ഷനും സെയിം ആയിട്ടുള്ള ഒരു വെക്ടർ ഫീൽഡാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഡൈവേർജൻസ് എത്രയാണ്? 0. എന്ന് വെച്ചാൽ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്, പക്ഷേ ഡൈവേർജൻസ് എന്ന് പറയുന്നതിൻ്റെ ക്വാണ്ടിറ്റിയുടെ വാല്യൂ 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ 0. ഇനി നമുക്ക് അടുത്ത ഇസഡ് ക്യാപ്പ് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ഇതെല്ലാം 3 ഡയമെൻഷനിൽ വരയ്ക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ബോർഡിൽ വരയ്ക്കാൻ സൗകര്യത്തിന് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ V3 ഇസഡ് ക്യാപ്പ്. നമുക്ക് ആദ്യം ഈ പോയിന്റ് എടുക്കാം. 1 1 എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 1. ഇത് ഇനി വൈക്ക് ഒരു വാല്യൂ കൂടെ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ അപ്പോൾ സ്പേസിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. സോ 1 1 ഇതിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ കൊടുക്കണ്ട, വൈയുടെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? 1. സോ
1നെ ഞാൻ ഇത്രയും ലെങ്തിൽ വരയ്ക്കുന്നു. ഓക്കെ, ഇനി 2 1ൽ ഇതിൻ്റെ വാല്യൂ എന്താണ്? 2 1. അവിടെ എന്ത് ചെയ്താൽ മതി? ഇസഡ് കമ്പോണൻറ്റിൻ്റെ വാല്യൂ കൊടുത്താൽ മതി, അതേ ലെങ്ത് തന്നെ. ഇനി അടുത്ത പോയിന്റ് നോക്കാം, 1 2ൽ നോക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇസഡ് വാല്യൂ 2 ആയി, അവിടെ എന്താവും? ഇത് 2 ഇസഡ് ക്യാപ്പ് ആവും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത് ഡബിൾ ആയി. ഓക്കെ, അടുത്ത 3 ഇസഡ് ക്യാപ്പിലേക്ക് വന്നാൽ ഇത് എന്താവും? അല്ലെങ്കിൽ ഒരു 4 ഇസഡ് ക്യാപ്പിലേക്ക് വന്നാൽ ഇത് വീണ്ടും വലുതാവും, വീണ്ടും വലുതാവും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വരച്ചാൽ ഇത് എങ്ങനെ ഇരിക്കും? എല്ലാം പാരലൽ വെക്ടേഴ്സ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യാണ്? മാഗ്നിറ്റ്യൂഡ് എല്ലാം ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാണ്? മേളിലേക്ക് ചെല്ലുമ്പം കൂടി കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ അതിലും എന്തുണ്ട്? വി ഗോട്ട് എ പോസിറ്റീവ് ഡൈവേർജൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഓക്കെ ഡൈവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അതേ മീനിങ്ങിൽ തന്നെ ഇത് കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഡൈവേർജസ് എന്ന് നമ്മൾ യൂഷ്വലി പഠിക്കുന്നത് ഒരു പോയിന്റിൽ നിന്ന് എല്ലാം അകന്നു പോകുമ്പോഴാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പഠിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഹാസ് എ ഡൈവേർജൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ഒരു പോസിറ്റീവ്, എല്ലാം പുറത്തേക്കായതുകൊണ്ട് നമ്മൾ അതിന് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് ഡൈവേർജൻസ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് നോക്കിയപ്പോൾ ഇതെല്ലാം ഒരേ ഡയറക്ഷനിലാണ്, പാരലാണ്. ഈ കേസിൽ എന്തില്ല? ഡൈവേർജൻസ് ഇല്ല. പക്ഷെ ഇത് നോക്കിയേ, ഇത് കണ്ടാൽ ഡൈവേർജിങ് ഔട്ട് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൺവേർജിങ് ഇൻ ആയിട്ടുള്ളതോ. നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ, നമ്മൾ ലെൻസ് പഠിക്കുന്ന സമയത്ത് ഇതേ വേർഡ്സ് കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു കോൺകേവ് ലെൻസിനെ നമ്മൾ ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ട്? വരുന്ന റേസിനെയൊക്കെ ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, അതേപോലെ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും? ഇറ്റ് കൺവേർജസ് ഇൻ ടു എ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതൊരു ഡൈവേർജൻസ് ആയിട്ട് ഫീൽ ചെയ്യില്ല, പക്ഷേ ആക്ച്വലി ഇതും എന്താണ്? ഒരു ഡൈവേർജിങ് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഗ്രിഫിത്തിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നിങ്ങളൊരു ഫീൽഡ് ഡൈവേർജിങ് ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഇതിനെല്ലാം ഫ്ലൂയിഡ് ഫ്ലോയുമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇതെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ്, ഇവിടെ ഒരു ഫോസെറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് എന്താണ്? ഒരു വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഇവിടെ എന്ത് ചെയ്യണം? ഒരു പൈപ്പ് വെച്ചിട്ട് അതിനകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ മ്യൂസിക്കൽ ഫൗണ്ടനിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഈ ലോണിലൊക്കെ വെച്ചേക്കുന്ന ചില ഇതിൻ്റെ സോഴ്സ് ഉണ്ടല്ലോ, വാട്ടർ സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വാട്ടർ പോകുന്നു എന്നാണ് അതിനർത്ഥം. ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ട്? ഒരു സോഴ്സ് ഉണ്ട്. ഓക്കെ, ആ സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വാട്ടർ എന്ത് ചെയ്യാണ്? ഡൈവേർജ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യാണ്? ഡൈവേർജ് ചെയ്ത് പോവാണ്. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? സോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ അത് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ കിടക്കുകയാണ്, മൊത്തത്തിൽ മുകളിൽ നോക്കിയപ്പോൾ യൂണിഫോം ആണ്. ഓക്കെ, ഇതൊക്കെ നോക്കിയപ്പോൾ യൂണിഫോം ആണ്. ഇവിടെ ഡൈവേർജൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിനകത്ത് പറയുന്നൊരു ഫിസിക്കൽ എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് പേപ്പർ കഷ്ണം അല്ലെങ്കിൽ തെർമോകോളിൻ്റെ ബോൾ എടുത്ത് ഏത് പോയിന്റിലാണോ എനിക്ക് ഡൈവേർജൻസ് അറിയേണ്ടത് അവിടേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ ഒരു വാട്ടറിൻ്റെ സർഫസ് ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു 3 തെർമോകോൾ ബോൾ ഇട്ടെന്ന് വിചാരിക്കും. ഓക്കെ, സംതിങ് വളരെ ലൈറ്റായിട്ട് ഡെൻസിറ്റി കുറഞ്ഞ് അതിൻ്റെ മേളിൽ പൊങ്ങി കിടക്കുന്ന സാധനം. ഈ 3 പേരും ആ ഒഴുക്ക് കാരണം അവിടെ എന്തോ കൈൻഡ് ഓഫ് ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ ഡൈവേർജിങ് ഫ്ലോ ആണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. നോക്കുന്ന സമയത്ത് ഈ 3 പേര് ഒഴുകി പോകുന്നുണ്ട്, പക്ഷെ 3 പേര് ഒരേപോലെ പോകുന്നത്. ഒരേപോലെ മീൻസ് ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല? മാറാതെ തന്നെ. ഇത് 3 പേര് ആക്ച്വലി ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ്ലി വേണേൽ ഫ്ലോ ചെയ്ത് പോവാം. പക്ഷെ 3 പേരും എന്ത് ചെയ്യുന്നു? ഇതേ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഡൈവേർജൻസ്. പക്ഷെ അതേ സമയത്ത് ഇവരുടെ ഇടയിലുള്ള അകലം കൂടുന്നു എന്നുണ്ടെങ്കിൽ there is a divergence. That can be positive or negative. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വന്ന് എല്ലാ സൈഡിലേക്ക് ഒഴുകി പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 3 ഇതുപോലെയുള്ള ബോളുകൾ കൊണ്ടിട്ടാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം ഇവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, ഇവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, ഇവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അകന്നു പോയി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡൈവേർജിങ്. എന്ന് വെച്ചാൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന വെലോസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും, ഡിഫറൻറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി ഈ കേസിൽ വരുമ്പോഴോ ഇവിടെ ഞാൻ 3 ഇട്ട് കഴിഞ്ഞാൽ ഈ 3 പേർക്കും കിട്ടുന്ന വെലോസിറ്റി 3 പോയിന്റിലും സെയിം ആണ്, സെയിം ഡയറക്ഷനും ആണ്, സെയിം മാഗ്നിറ്റ്യൂഡും ആണ്. അതുകൊണ്ട് ഇത് ഇത്രയും ഇങ്ങോട്ട് വന്നാൽ അടുത്ത ആളും എന്ത് ചെയ്യും? കൃത്യമായിട്ട് അത്രയും തന്നെ വരും, മറ്റേ ആളും കൃത്യമായിട്ട് അത്രയും തന്നെ വരും. 3 പേരെ എനിക്ക് എന്ത് ചെയ്യാം? വേറൊരു പൊസിഷനിൽ കണ്ടുപിടിക്കാം. ആ പൊസിഷനിൽ 3 പേരും അതേ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഡൈവേർജൻസ്. ഈ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കേസിലാണ് കുറച്ച് ട്രിക്കി. ഈ രീതിയിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ 3 പേരെ വെച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ ഇസഡിൽ മുകളിലേക്ക് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന വെലോസിറ്റി കൂടുതലായിരിക്കും, ഇവർക്ക് 2 പേർക്കും സെയിം ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും,
മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യും, ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും. കാരണം അയാൾക്ക് കിട്ടിയ വെലോസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യം വരച്ച ട്രയാങ്കിൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയായി. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഡൈവേർജൻസ്. അത് മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്, ഡെൽ ഡോട്ട് വിയിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് കേളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ കുറച്ചധികം പ്രോബ്ലംസ് അല്ലാതെ അസൈൻമെൻ്റ് ആയിട്ട് തരാം. കാരണം നമുക്കിത് ഏതിൽ പഠിക്കാനില്ല, ഐ മീൻ ഇലക്ട്രോ ഡൈനാമിക്സിനൊരു ബേസ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അന്നേരം നമുക്ക് വേണ്ടുന്ന കുറച്ച് തിയറീസും ഇക്വേഷൻസും ഒക്കെ അന്നേരം കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു വെക്ടർ കാൽക്കുലസ് ക്ലാസ് അല്ല എന്നാണ്. അതല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, എങ്കിലും ജനറലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നമുക്ക് കേളിലേക്ക് പോകാം. ഇതൊക്കെ ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ. സോ കേൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഡെൽ ക്രോസ് വി ആണ്. അതും രണ്ട് വെക്ടറിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഡെൽ ക്രോസ് വി കണ്ടുപിടിക്കാൻ അറിയാം. ഡെല്ല് എങ്ങനെയായിരുന്നു എഴുതുന്നത്, ഈസ് ഈക്വൽ ടു എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. Then we write v is equal to x cap into vx plus y cap into vy plus z cap into vz. ഇത് ജനറലി ഇങ്ങനെ എഴുതാം. അപ്പോൾ ഡെൽ ക്രോസ് വി വെറുതെ ഒന്നുമില്ല, ഡെൽ ക്രോസ് വി ഈസ് ഈക്വൽ ടു ദ ഡിറ്റർമിനൻറ്റ്. സാധാരണ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന പോലുള്ള ഡിറ്റർമിനൻറ്റ് എന്താണ്, എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ആദ്യത്തതിൻ്റെ കമ്പോണൻസ്. ഓക്കെ, ഡെൽ ക്രോസിൽ ആദ്യത്തത് ഡെൽ ആണ്. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ആൻഡ് ഡോ ബൈ ഡോ ഇസഡ്. ദെൻ രണ്ടാമത്തെ കമ്പോണൻറ്റ് വി എക്സ് വി വൈ ആൻഡ് വി ഇസഡ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്കണം എന്നില്ല, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് എന്ത്, കേൾ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സാധനം. ഡിറ്റർമിനൻറ്റ് എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് വി എക്സ് വി വൈ ആൻഡ് വി ഇസഡ്. ഇനി നമുക്ക് കുറച്ച് ഫംഗ്ഷൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ, അപ്പോൾ കേൾ എന്ന് പറയുന്ന അതേ മീനിങ് തന്നെയാണ്. കേളി ഹെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഏതാണ്ട് അതേ മീനിങ്ങിൽ തന്നെയാണ് എന്ത് വരുന്നത്, ഈ ഇതിൻ്റെ ഫിസിക്കൽ മീനിങ്ങും വരുന്നത്. നമുക്ക് കേൾ കുറച്ച് ക്വാണ്ടിറ്റീസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. സോ ഇവിടെ ഞാൻ ഡൈവേർജൻസിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഡൈവേർജൻസിന് രണ്ട് വാല്യൂ ഉണ്ടാവാം, ഒന്ന് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ്, ഒരു സോഴ്സിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നതിന് ഇക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ്, പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ഡൈവേർജസ് ഔട്ട്. ഇനി നേരെ തിരിച്ച് നെഗറ്റീവ് ആണ്, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ദാറ്റ് ഈസ് എ നെഗറ്റീവ് ഡൈവേർജൻസ് ഓർ ഇറ്റ് ഈസ് എ കൺവേർജൻസ്. ഓക്കെ, അതായത് നിങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു ഫീൽഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, സപ്പോസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അത് പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ അതിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. യു ഗോട്ട് ഇറ്റ് ആസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവാം. ഇനി നെഗറ്റീവായിട്ട് കിട്ടിയെങ്കിൽ അതൊരു നെഗറ്റീവ് ചാർജ് ആയിരിക്കാം എന്ന് നമുക്ക് എവിടെ നിന്ന് പറയാം, ഡെൽ ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കേൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ വി എ ഈസ് ഈക്വൽ ടു മൈനസ് വൈ എക്സ് ക്യാപ് പ്ലസ് എക്സ് വൈ ക്യാപ്. ഓക്കെ, വി വൺ. ഓക്കെ, മൈനസ് വൈ എക്സ് ക്യാപ് പ്ലസ് എക്സ് വൈ ക്യാപ് എന്ന് വെച്ചാൽ വി എക്സ് എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്, വി വൈ എന്ന് പറയുന്നത് പ്ലസ് എക്സ് ആണ്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ, എന്നിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ.
കിട്ടിയോ? ജസ്റ്റ് ആ ഡിറ്റർമിനന്റ് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആർക്കും കിട്ടിയില്ലേ? അതെ, വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ആരെങ്കിലും കൂടെ പറയൂ. ഓക്കെ ഓക്കെ ഫൈൻ. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 2z cap. ഞാനത് ചെയ്യുന്നില്ല, ഇത് എളുപ്പമാണ് ചെയ്യാൻ. ആ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി, നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ മതി. ചെയ്യാനൊന്നുമില്ല, വേണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് V1-ൻ്റെത് 2z cap എന്ന് കിട്ടി, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ ദിസ് ഈസ് ഇതിൻ്റെ ഡെൽ ക്രോസ് V1. ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ചാറ്റിലിട്ടേക്കെ, ഞാൻ ചെയ്യാം. ജസ്റ്റ് ബേസ് മാത്സ് ആയതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ചെയ്യാവുന്നുള്ളൂ. സോ 2z cap. ഓക്കെ, അടുത്ത V2 എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഒന്ന് രണ്ടെണ്ണം സ്പെഷ്യലി ചെയ്യുന്നത് VB, അടുത്ത രണ്ടാമത്തെ ഫംഗ്ഷൻ XY cap ആണ്. ഓക്കെ, സോ ലെറ്റ് us go for XY cap. ഇതും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. That is del cross V2. അതെ, ഇസഡ് ക്യാപ്പ് എന്നിട്ട്. സോ ദ ആൻസർ ഈസ് ഇസഡ് ക്യാപ്പ്. ഓക്കെ, അപ്പം നമുക്ക് കേൾ എന്ന് പറയുന്ന വേർഡ് മീനിങ്ങിൽ നിന്ന് തുടങ്ങി നമുക്ക് ഈ ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് അതെന്താണെന്ന് നോക്കാം. അപ്പം കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിത്തിരിയുക, കറങ്ങുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പം എവിടെയെങ്കിലും ഒരു കേളിംഗ് എഫക്റ്റ്, ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേൾപൂൾ എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും വാട്ടറിനകത്തൊരു വോട്ടെക്സ് എന്നൊക്കെ പറയും, ഇങ്ങനെ ഒരു കറങ്ങൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കേൾ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു റൊട്ടേഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ വി കോൾ ദാറ്റ് ഫ്ലൂയിഡ് ഹാസ് എ കേൾ, അല്ലെങ്കിൽ ആ പോയിന്റിൽ എന്തുണ്ട്, ഒരു കേൾ ഉണ്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ ആ ഫീൽഡിന് എന്തുണ്ടെന്ന് പറയാം, ഒരു കേൾ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇറ്റ് എക്സിസ്റ്റ് എ കേൾ ഇഫ് ഇറ്റ് റൊട്ടേറ്റ്സ്. ഓക്കെ, റൊട്ടേറ്റ് എന്നുള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടെ രസമായിട്ട്, അപ്പം എപ്പോഴും ഇങ്ങനെ കറങ്ങുന്ന ഫോമിലായിരിക്കണം എന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ രണ്ട് ഫീൽഡ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഞാൻ ഫിഗർ ആദ്യം ഒന്ന് വരയ്ക്കാം, ഇതെങ്ങനെ വരയ്ക്കണം എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ അതിൻ്റെ നല്ല ഫിഗർ ഞാൻ വേറെ കാണിക്കാം. ഓക്കെ, സം XY പ്ലെയിൻ. ഓക്കെ, XY Z. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ആദ്യം ഒരു പോയിന്റ് എടുക്കാം. ഇത് പോസിറ്റീവ് X, ഇത് പോസിറ്റീവ് Y. അപ്പോൾ ഈ പോയിന്റ് ഇത് 1 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്താണ്, -y × X ക്യാപ്പ്. ഓക്കെ, അതായത്
ഇവിടെ ഞാൻ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാല്യൂ 1 ആണെങ്കിൽ ഓക്കെ ഈ വെക്ടർ എന്തായിരിക്കും മൈനസ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ്. ഓക്കെ ഇതെങ്ങോട്ടിരിക്കും മൈനസ് എക്സ് ക്യാപ്പ് അല്ലേ, അതല്ലേ വാല്യൂ. അതായത് 1 ഇതിൻ്റെ വാല്യൂ മൈനസ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ്. അതായത് ഈ പോയിന്റിൽ ഈ വെക്ടർ ഇരിക്കേണ്ടത് മൈനസ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പിലേക്കാണ്. അപ്പം മൈനസ് എക്സ് ക്യാപ്പ് എങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും. ഓക്കെ എന്ന് വെച്ചാൽ എക്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ട്. ഓക്കെ ഇത് ഞാൻ വരയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുമായിരിക്കും, എങ്കിലും നമുക്ക് ശരിയാക്കാം. ഇനി പ്ലസ് വൈ ക്യാപ്പ് എങ്ങോട്ട്, ഞാനിത് അല്ലാണ്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഇത് എക്സും ഇത് വൈ ആണെന്ന് വിചാരിക്കാം. മൈനസ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് എനിക്ക് വേണ്ടത്. അപ്പോൾ മൈനസ് എക്സ് ക്യാപ്പ് എങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും, പ്ലസ് വൈ ക്യാപ്പ് എങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് റിസൾട്ടൻ്റ് എങ്ങോട്ടിരിക്കും 45 ഡിഗ്രിയിൽ ഇങ്ങോട്ടിരിക്കും. സോ ഇത് ഈ 2 ഡയമെൻഷൻ ഈ പരന്ന പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ, വേണ്ട പരന്ന പ്ലെയിനിൽ വരയ്ക്കണ്ട, നമുക്ക് അല്ലാണ്ട് വരയ്ക്കാം. ഇങ്ങനെയുള്ള പ്ലെയിനിൽ വരയ്ക്കുന്നതിൽ എളുപ്പം. അത് പിന്നെ അങ്ങോട്ട് മാറ്റാം നമുക്ക്. സേ ദിസ് ഈസ് എക്സ്. ഓക്കെ അവിടെ വരച്ച പോലെ വരയ്ക്കാനാണെങ്കിൽ ഇതിനെ എക്സ് എന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ വിളിക്കാം, എനിക്ക് പ്രശ്നമില്ല. എക്സ് ആൻഡ് വൈ. ഓക്കെ അപ്പോൾ ഈ പോയിന്റിൽ നോക്കിയേ, ഈ പോയിന്റ് 1 ഇത് വരച്ചാൽ -1 എക്സ് ക്യാപ്പ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട്. ഓക്കെ ദെൻ +1 വൈ ക്യാപ്പ് മേളിലോട്ട്, റിസൾട്ടൻറ്റ് ഇങ്ങോട്ട്. ഓക്കെ റിസൾട്ടൻറ്റ് ഇത്തിരി വലുതാക്കി വരച്ചാണ്, ആക്ച്വലി പാരലോഗ്രാം വെച്ച് വരയ്ക്കണം. ഓക്കെ സോ വി ഗെറ്റ് പോയിന്റ് ടു ഹിയർ. ഇവിടെ 2 പേരുടെ സമ്മായിട്ട് ഇങ്ങനെ ചരിഞ്ഞൊരു സാധനം കിട്ടി. ഓക്കെ ഇനി നമുക്ക് ഈ സാധനം ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. ഈ പോയിന്റ് എത്രയാണ്? ഇറ്റ് ഈസ് 1 0. 1 0 ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇതിന് 1 ഇതിന് 0. അപ്പോൾ ഈ ടൈം പോയി, ദാറ്റ് ഈസ് മൈനസ് വൈ ക്യാപ്പ്. മൈനസ് വൈ ക്യാപ്പ് എങ്ങോട്ടിരിക്കും? ഓക്കെ സോറി, ഈ പോയിന്റിൽ വൈ വാല്യൂ 0 വൈ ക്യാപ്പിലേക്കിരിക്കും. ഒരു സെക്കൻഡ്. V1 അറ്റ് ദ പോയിന്റ് 1 0 ഈസ് ഈക്വൽ ടു, ആദ്യം വൈക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടൈം പോയി, എക്സിന് 1 കൊടുക്കുമ്പം ഇത് വൈ ക്യാപ്പ് എന്ന് വരും. എന്ന് വെച്ചാൽ എങ്ങോട്ടിരിക്കും? നേരെ മേളിലേക്കിരിക്കും. എവിടെ? ഈ പോയിന്റ്. ഇനി ഞാൻ ഈ പോയിന്റിലൊന്ന് വരച്ച് നോക്കാം. ഈ പോയിന്റിലെ വാല്യൂ എന്താണ്? ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വരച്ചത് ഇവിടെയാണ്, പിന്നെ വരച്ചത് ഇവിടെയാണ്. ഇനി നമുക്ക് ഈ പോയിന്റിലൊന്ന് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ നോക്കാം. ഈ പോയിന്റ് എന്ന് പറയുന്നത് 1 -1 ആണ്. ഓക്കെ അപ്പം V1 അറ്റ് 1 -1 ഈസ് ഈക്വൽ ടു, അപ്പോൾ 1 -1ൽ മൈനസ് വൈയുടെ വാല്യൂ -1, അപ്പോൾ ഇതെന്താവും? എക്സ് ക്യാപ്പ്. ദെൻ പ്ലസ് എക്സിൻ്റെ വാല്യൂ +1, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ്, കൺഫ്യൂഷൻ ഉണ്ടോ? വൈയുടെ വാല്യൂ -1, സോ മൈനസ് ഇൻറ്റു മൈനസ് എക്സ് ക്യാപ്പ്, ദെൻ വൈ. ഓക്കെ എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ്. ഓക്കെ അപ്പോൾ ഈ പോയിന്റിൽ എക്സ് ക്യാപ്പ് ഇങ്ങോട്ട്, വൈ ക്യാപ്പ് മേളിലോട്ട്, ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങോട്ട് വരും. ഓക്കെ സോ ഇവിടുത്തെ വാല്യൂ ഇങ്ങോട്ട്. ഇനി ഇവിടുത്തെ വാല്യൂ അങ്ങോട്ട് വരും. ഈ പോയിന്റ് എന്താണ്? V1 ഓഫ് 0 ആണ് എക്സ്, വൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ വൈ -1 കൊടുക്കുമ്പോൾ ഇതെന്താവും? എക്സ് ക്യാപ്പ് ആവും, ഇത് 0 ആയി പോവും, ഇങ്ങോട്ട് വരും. സോ നിങ്ങൾ വരച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ കിട്ടുക? ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു സാധനമായിരിക്കും. നിങ്ങൾ ഇപ്പുറത്ത് വരച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് വലുതാവും. ഓക്കെ ഇങ്ങനെ ഒരു സാധനം കിട്ടും. ദാറ്റ് മീൻസ് കണ്ടാലേ അറിയാം ഇതെന്താണ്? ഇറ്റ് ഈസ് എ കേർളിംഗ് ഫീൽഡ്. ഓക്കെ അതായത് ഇവിടെ വരച്ചാൽ ഇത് സംതിങ് ലൈക്ക് ദിസ് ഈ പ്ലെയിനിൽ വരും. ഇതിനെ ഞാൻ നല്ല ഫിഗർ കാണിച്ചു തരാം. ഓക്കെ ഇങ്ങനെ XY പ്ലെയിനിൽ ഒരു കറക്കം ഉണ്ടാവും. ഈ കറക്കത്തിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആ കറക്കത്തിൽ നമ്മുടെ കേൾ റൈറ്റ് ഹാൻഡ് വെച്ചാൽ മതി. തമ്പ് കാണിക്കുന്നത് പോസിറ്റീവ് Z ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? അതിൻ്റെ വാല്യൂ ദ റൊട്ടേഷൻ ഈസ്, അതായത് നമുക്കിവിടെ ഒരു കേൾ ഉണ്ടെന്ന് മാത്രമല്ല കിട്ടിയത്, ആ കേളിൻ്റെ ഡയറക്ഷനും കൂടെ ഉണ്ട് അല്ലേ? ഓക്കെ സോറി 2Z ക്യാപ്. അതെങ്ങോട്ട് കിട്ടി? ഇങ്ങോട്ട് കിട്ടി. അതാണ് ഈ കാണിക്കുന്നത് തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ. പക്ഷേ ഇനി നമുക്ക് അടുത്ത ഫീൽഡ് നോക്കാം. അതിനകത്ത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് തോന്നില്ല? കേളിംഗ് ഉണ്ടെന്ന് തോന്നില്ല. ഓക്കെ ഇനി ഇത് രണ്ടും വരച്ചിട്ട് നമുക്ക് നല്ല ഫിഗർ ഞാൻ കാണിച്ചു തരാം. അപ്പം XY ക്യാപ്പാണ് അടുത്ത ആൾ. അപ്പോൾ XY ക്യാപ്പ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം വേണം, X Y ആൻഡ് Z. പക്ഷേ നമ്മൾ 2 ഡയമെൻഷനിൽ വരച്ചിട്ട് പിന്നെ നമുക്ക് 3 ഡയമെൻഷനിലേക്ക് പോകാം. XY. ഓക്കെ അപ്പം XY ക്യാപ്പ് വരച്ചു കഴിഞ്ഞാൽ, അപ്പം ഈ പോയിന്റിലെ
ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കാം. ആദ്യം ഒറിജിൻ 1, ഈ പോയിന്റ് 1 0 ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? വൈ ക്യാപ്പ് ഇങ്ങോട്ട്. ഓക്കെ, ദെൻ അടുത്തത് 2 0 ഓക്കെ, 2 0 ഇതിന്റെ വാല്യൂ 2 വൈ ക്യാപ്പ്, ലെങ്ത് കൂടുവേ. ദെൻ അടുത്തത് 3 വൈ ക്യാപ്പ്. ഈ പോയിന്റിൽ വരുമ്പോഴോ, ലെറ്റ് ദിസ് പോയിന്റ് ബി, ഇതിപ്പോൾ എത്രയാണ്? 1, ഇത് 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് 2, ഇത് 1, ഇത് 1, ഇത് 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 2ൽ ഇതിൻ്റെ വാല്യൂ എന്താണ്? 2ലും വൈ വാല്യൂ ഞാൻ നോക്കേണ്ട കാര്യമില്ല, വൈ ഇതിനകത്ത് വരുന്നതേ ഇല്ല. അതുകൊണ്ട് അവിടുത്തെ എക്സ് വാല്യൂ തന്നെ, അതുകൊണ്ട് അതേ ഇത് തന്നെ വരും. ഇവിടെ വരുമ്പോഴും ഓക്കെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. കാരണം എക്സ് വാല്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഞാൻ വരച്ചാൽ ഇത് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഇവിടെ വരുമ്പോഴോ ഇതിൻ്റെ ലെങ്ത്ത് കൂടിയ ഒരാൾ ഇങ്ങനെ വരും. ഓക്കെ, ഇതിങ്ങനെ അല്ല റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വെക്ടറും വരയ്ക്കാൻ പറ്റാത്തത്. ഇനി ഇപ്പുറത്ത് വരച്ചാലോ? ഇപ്പുറത്ത് വരയ്ക്കുന്ന സമയത്ത് ഈ പോയിന്റ് നോക്കാം, -1 0 ആണ്. -1 0യുടെ പ്രത്യേകത എന്താണ്? എക്സിൻ്റെ വാല്യൂ -1 ആയി, ദാറ്റ് ഈസ് മൈനസ് വൈ ക്യാപ്പ്. നേരെ താഴേക്കിരിക്കും ഒരു ചെറിയ ആൾ, അതേപോലെ ഒരാൾ ഇങ്ങോട്ട്, അതേപോലെ ഒരാൾ ഇങ്ങോട്ട്. ഓക്കെ, അപ്പുറത്ത് വരുമ്പോൾ ഇത്രയുടെ ലെങ്ത്ത് കൂടിയ ആൾ. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഒരാളാവും നമുക്ക് കിട്ടുക. അത് വൈ ആക്സിസിന് എബൌട്ടായിട്ട് ഞാൻ ഇതിനെ വരച്ചാൽ ഐ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് ഐ തിങ്ക്. ഓക്കെ, അടുത്ത ആൾ ലെങ്ത്ത് കൂടിയത് ഇങ്ങോട്ട്. ഞാൻ രണ്ടിൻ്റെ ഫിഗർ ഇപ്പോൾ കാണിച്ചു തരാം. ഒറ്റ സെക്കൻഡ്. ആക്സിസിനോട് ചേർന്നത് വളരെ ചെറിയ ആൾക്കാരായിരിക്കും, പക്ഷെ ഒരു ലൈനിലുള്ള എല്ലാവർക്കും ഒരേ വലിപ്പമായിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരിക. ആ ഫിഗർ നിങ്ങളൊന്ന് നോക്കിക്കോ, ഇനിയിപ്പോൾ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഇപ്പോൾ കാണുന്ന രണ്ട്, ഈ ഫിഗറുമാണ്, ഈ രണ്ട് ഫിഗറുകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഈ രണ്ട് ഫിഗറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തേത് കണ്ടാൽ, ഓക്കെ, ഞാൻ ഇതും കൂടെ ചേർത്ത് പറയാം. നിങ്ങൾ ആ സ്ലൈഡിലെ ഫിഗർ മാത്രം നോക്കിയാൽ മതി, അതായിരിക്കും നല്ലത്. ആദ്യത്തേത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? ഒരു കേളിംഗ് എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, കറങ്ങുന്നതായിട്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്? എല്ലാ വെക്ടറും സ്ട്രേറ്റ് ലൈനിലാണ് പോകുന്നത്. ദർ ഈസ് നോ കേളിംഗ് എഫക്റ്റ്. കണ്ടാൽ എന്ത് തോന്നുന്നില്ല? കറങ്ങി വരുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു കേൾ ഉണ്ട് എന്ന് കിട്ടി. അതെന്തുകൊണ്ട്? നമ്മൾ നേരത്തെ ചോദിച്ച ഡൈവേർജൻസിലെ ചോദ്യം പോലൊരു സാധനമാണ്. അപ്പോൾ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫിസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പാഡിൽ വീൽ എന്ന് പറയുന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ജലചക്രം പോലൊരു സാധനമാണ്. അതായത് ഒരു ലീഫുള്ള ഒരു സാധനം. ഓക്കെ, ഈ ലീഫ് ഇതിങ്ങനെ ഒരു ആക്സിസും ഉണ്ട്, നമ്മുടെ പമ്പരം ബേസിക്കലി. അപ്പോൾ ഒരു പമ്പരം കൊണ്ടുവന്ന് നിങ്ങൾ ഈ കേളിംഗ് ഉള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കേളിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ പമ്പരം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ആ പമ്പരം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ കേൾ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ആ തെർമോക്കോളിൻ്റെ ബോൾ ഇട്ടിട്ട് എങ്ങനെ നമ്മൾ ഡൈവേർജൻസ് മെഷർ ചെയ്തോ, അതേപോലെ എനിക്ക് എന്ത് ചെയ്യാം? ഇതേപോലൊരു സാധനം കൊണ്ടുവച്ചിട്ട് അത് കേൾ ചെയ്യുന്നുണ്ടോ, കറങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പാഡിൽ വീൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഞാനിനി ജസ്റ്റ് ബോർഡിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാഡിൽ വീൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഓരോ ലീഫിനെയും ഇങ്ങനെയും 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 കറക്കിയിട്ട് ഇത് എന്ത് ചെയ്യും? കറങ്ങും. അതേപോലെ ഇവിടെ കൊണ്ടുവച്ചാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീൽഡ്, ഇതാണല്ലോ നമ്മുടെ ഫീൽഡ്, ഇവിടെ കൊണ്ടുവച്ച് നോക്കുക ഒരു പാഡിൽ വീലിനെ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെ ഇങ്ങോട്ട് തള്ളും, ഇതിനെ ഇങ്ങോട്ട് തള്ളും. ഓക്കെ, ദെൻ ആ എഫക്റ്റിൽ എന്ത് അത് മാത്രമല്ല ഇതിനകത്ത് വരിക, ഈ ലീഫിന്റെ അകത്തുള്ള ഭാഗത്തെ ഇത് മെല്ലെ തള്ളത്തുള്ളൂ, ദൂരെ ഉള്ളതിനെ നന്നായിട്ട് തള്ളും. അതായത് ദൂരോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന വെലോസിറ്റി കൂടി വരും. നെറ്റ് എഫക്റ്റിൽ ഇതിൽ എന്തുണ്ടാവും? ഇപ്പൊ രണ്ടെണ്ണം മാത്രമാണെന്ന് വിചാരിക്കാം, ഇത് ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നു. വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ കപ്പിൾ, ഒരു ടോർക്ക് ആക്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യും? നിങ്ങൾ ജസ്റ്റ് ഒരു റോഡ് ഇവിടെ വെച്ചിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു പെൻ ഇവിടെ വെച്ചിട്ട് ഇതിന് രണ്ടറ്റത്തും പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. ഒന്ന് മേളിലേക്കും ഒന്ന് താഴേക്കും വലിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, എന്ന് പറയുന്ന പോലെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ്
എന്ത്, അപ്പോൾ കേൾ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്കലി കേളിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മാത്രം ആവണമെന്നില്ല, ഇങ്ങനെ കറങ്ങുന്ന ആൾ തന്നെ ആവണം എന്നില്ല എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. സോ ഇത്രയാണ് എബൌട്ട് ദ കേൾ. ഈ കേൾ നമുക്ക് ഓക്കെ, നമ്മൾ 1-2 ഫംഗ്ഷൻ്റെ പ്ലോട്ട് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ പഠിക്കുന്നത് വെക്റ്റർ ഡെറിവേറ്റീവിനെ കുറിച്ചാണ് അല്ലേ. വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, പക്ഷേ വെക്റ്റർ ആയതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ്സ് പലതരത്തിൽ, അതായത് മെയിൻലി 3 ടൈപ്പിൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ഇത് വെക്റ്ററിൻ്റെ മാത്രമല്ല, സ്കെയിലാറിൻ്റെ. ഓക്കെ, അതായത് നമ്മുടെ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ് ആൻഡ് കേൾ. ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. അതായത് 2 വട്ടം ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എ ഫംഗ്ഷൻ. അതിൻ്റെ വേണമെങ്കിൽ ഡോ ബൈ ഡോ എക്സോ ഡി ബൈ ഡി എക്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് വിളിച്ചത്. പക്ഷേ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുന്ന ആൾ നോക്കിയാൽ ഡെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ ടു എ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം, എനിക്ക് മൾട്ടിപ്പിൾ ടൈം യൂസ് ചെയ്യാം. ഓക്കെ, 2 ഡെൽ ഉപയോഗിക്കാം. പക്ഷേ ഡെൽ ഉപയോഗിക്കുമ്പം എനിക്ക് 3 രീതിയിൽ പറ്റും. ഒന്നുകിൽ ഗ്രേഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കേൾ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 3 പേരുണ്ട്. ഈ 3 പേരെ എനിക്ക് പെയർ വൈസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യാം, ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യാം, 3 കൂടെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്രേഡ് ഓഫ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ മീനിങ് ഒക്കെ പിന്നെ നമുക്ക് നോക്കാം. ഗ്രേഡിയൻ്റ് ഓഫ് ഡൈവേർജൻ. ഓക്കെ, ഇത് ചിലത് ഒരു മീനിങ്ങും ഇല്ലാത്ത സാധനമായിരിക്കും, ചിലത് മീനിങ് ഉണ്ടാവും, അതെന്തോ ആവട്ടെ നമുക്ക് നോക്കാം. ഗ്രേഡിയൻ്റ് ഓഫ് ഡൈവേർജൻറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി, ദെൻ ഡൈവേർജൻറ്റ് ഓഫ് കേൾ ഓഫ് ഡൈവേർജൻറ്റ്, ദെൻ ഡൈവേർജൻറ്റ് ഓഫ് ഗ്രേഡ്, എന്നിട്ട് ഗ്രേഡിയൻ്റ് ഓഫ് കേൾ. ഇങ്ങനെ പല രീതിയിൽ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തെടുക്കാം. അങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിൽ ഏതൊക്കെയാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ? ഓക്കെ, ചിലത് മീനിങ് ഫുൾ ആയിരിക്കില്ല, അതെന്താ റീസൺ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ, പിന്നെ അത് മാത്രമല്ല, വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് ഗ്രേഡിയൻ്റ് എടുക്കാം, ഡൈവേർജൻസ് ഓഫ് ഡൈവേർജൻസ് എടുക്കാം, കേൾ ഓഫ് കേൾ എടുക്കാം. ഓക്കെ, അങ്ങനെ 3 എടുക്കാമല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഡോ ബൈ ഡോ എക്സ് 2 പ്രാവശ്യം എടുക്കുന്ന പോലെ, എന്ന് വെച്ചാൽ ഗ്രേഡിയൻ്റ് ഓഫ് ഗ്രേഡിയൻ്റ്. ഓക്കെ, ഇപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് എ ടി കണ്ടുപിടിച്ചു, അതിൻ്റെ ഗ്രേഡിയൻ്റ് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ എന്ന് ചോദിക്കുന്ന പോലെ. ഓക്കെ, അപ്പം ഇത് ഇൻഡിവിജ്വലി ഓരോന്ന് ഇത് 2 വട്ടം വെച്ച് ഉപയോഗിക്കാം, പിന്നെ ഇതിൻ്റെ പെയറുകളെല്ലാം ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ കുറേയധികം വെക്ടറിൻ്റെ ഡബിൾ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കിട്ടും. ഇതിനകത്ത് ഏതൊക്കെയാണ് നമുക്ക് ചിലതിന് മീനിങ്ങേ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക വേണ്ട. ദെൻ അതെങ്ങനെ വരുന്നു എന്ന് പറയാം. ദെൻ ചില സാധനങ്ങളുടെ പ്രശ്നം അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. എന്ന് വെച്ചാൽ അതിന് മീനിങ് ഫുൾ അല്ലെന്നല്ല, അതിന് വാല്യൂ 0 ആയിട്ടുള്ളവയുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 പേരേ ഉള്ളൂ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഇതെല്ലാം 0 എക്സിസ്റ്റൻസ് ആണ്, 0 ഉണ്ട്. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന സാധനങ്ങൾ അതിനകത്ത് 2 പേരേ ഉള്ളൂ. അതിൽ തന്നെ ഫിസിക്സിൽ പ്രാധാന്യം ഉള്ള ഒരാളെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമുക്ക് അത് ഏതൊക്കെയാണെന്നും ആ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്, ആ കോമ്പിനേഷനിൽ ഏതൊക്കെയാണ് മീനിങ് ലെസ് ആയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, എത്രയായി? 22. ഒരു 4 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോ. എല്ലാവരും എത്തുന്നുള്ളോ? 8 പേര്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഡെൽ. ഞാൻ എല്ലാം എഴുതിയിട്ട് ഓരോന്നിൻ്റെ മീനിങ് നോക്കാം. കാരണം ഇതിനകത്ത് എല്ലാം ഒന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരേ ഉള്ളൂ, അത് മാത്രം നമ്മൾ ഓർത്താൽ മതി, ബാക്കിയൊക്കെ വിട്ടേക്കും. del of del phi, then del dot phi, sorry, del dot v. Okay, phi ക്ക് പകരം ഞാൻ t ഉപയോഗിക്കാം. Then del cross del dot v, then del of del cross v. ഓക്കെ, അപ്പം ഈ 4 പേരുടെ പ്രത്യേകത അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രശ്നം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗ്രേഡിയൻറ്റ്. ഓക്കെ, എപ്പോഴും ഈ നൊട്ടേഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു, എങ്കിലും മാറിയും തിരിഞ്ഞ് ഉപയോഗിക്കും. ഗ്രേഡിയൻ്റ് എപ്പോഴും എന്തിൻ്റെയാണ് എടുക്കുക? ഒരു സ്കെയിലാറിൻ്റെ ആയിരിക്കും എടുക്കുക. എന്ന് വെച്ചാൽ ഇതിനകത്ത്, അതായത് ഗ്രേഡിയൻറ്റിന് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്കെയിലാറിനെയാണ്. ദെൻ
ഒരു ഡൈവേർജൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെക്ടറിനെയാണ്. ആൻഡ് കേളിനും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെക്ടറാണ്. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾ ഓഫ് എ സ്കെയിലാർ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡൈവേർജൻസ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഗ്രേഡിയൻറ്റ് ഓഫ് എ വെക്ടറോ ഗ്രേഡിയൻറ്റ് ഓഫ് എ വെക്ടർ ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് അങ്ങോട്ടോ തിരിഞ്ഞ് ഇതിവിടെ സ്കെയിലാറിന് പകരം വെക്ടർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴേ അതെന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് മീനിങ്ലെസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുക, ഗ്രേഡിയൻറ്റ് ഓഫ് അനദർ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡെൽ ടി എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? ഈ ടി എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ആണ്, പക്ഷെ അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ ഇതെന്തായി മാറി? ഒരു വെക്ടറായി മാറി. അതായത് ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ എന്ന് പറഞ്ഞാൽ അതെന്ത് ക്വാണ്ടിറ്റിയാണ്? ദിസ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്ടറിൻ്റെ ഗ്രേഡിയൻറ്റ് വീണ്ടും എടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഗ്രേഡിയൻറ്റ് എന്തിനെ മാത്രമേ പറ്റത്തുള്ളൂ? സ്കെയിലാറിൻ്റെ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് മീനിങ്ലെസ്. ഓക്കെ, ദാറ്റ് ഈസ് വി ആർ ട്രൈങ് ടു ടേക്ക് ദ ഗ്രേഡിയൻറ്റ് ഓഫ് എ വെക്ടർ. ആ ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് പോയി? അത് റോങ് ആയി. അല്ലെങ്കിൽ ഓക്കെ, ഇനി അടുത്തത് ഡെൽ ഡോട്ട് വി. ഓക്കെ, ഈ ഡെൽ ഡോട്ട് വി എന്താ സാധനം? ഡൈവേർജൻസ് ആണ്. ഇതെന്താണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതെന്താണ്? സ്കെയിലാർ ആണ്. ഇതെന്താണ്? വെക്ടർ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഫങ്ഷൻസ് ആണ്. ഇവിടെ നോക്കുക, ഡെൽ ഡോട്ട് വി എന്താണ്? ഡൈവേർജൻസ്, ദാറ്റ് ഈസ് എ സ്കെയിലാർ. ഡെൽ ഡോട്ട് ഓഫ് എന്തിൻ്റെ എടുക്കാൻ പറ്റത്തുള്ളൂ? അപ്പോൾ ഇതിവിടെ എഴുതിയിരിക്കുന്നത് ഡെൽ ഡോട്ട് ഓഫ് ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ A.3 എന്നെടുത്തിരിക്കുന്ന പോലെ ആയിപ്പോയി. ഇതിന് മീനിങ് ഇല്ല. സോ ദിസ് ഈസ് ഓൾസോ മീനിങ്ലെസ്. ഇനി അടുത്ത ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് വി നോക്കാം. എന്ന് വെച്ചാൽ കേൾ ഓഫ്, അല്ലേ, കേൾ ഓഫ് എ ഡൈവേർജൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഡൈവേർജൻസ് ഇറ്റ് സെൽഫ് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, കേൾ ഓഫ് എ സ്കെയിലാർ. കേൾ ഓഫ് എന്തിൻ്റെ മാത്രമേ പറ്റൂ? വെക്ടർ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് വരത്തില്ല. അതുപോലെ ഡെൽ ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെക്ടർ ആണ്. ദെൻ അതിൻ്റെ ഗ്രേഡിയൻറ്റ് ഓഫ് എ വെക്ടർ, അഗെയിൻ ഇറ്റ് ഈസ് മീനിങ്ലെസ്. അപ്പോൾ ഇത്രയും പേർക്ക് എന്തില്ല? ദർ ഈസ് നോ മീനിങ് അറ്റ് ഓൾ. ഓക്കെ, അപ്പം ഇങ്ങനെ എവിടെയെങ്കിലും കോമ്പിനേഷൻ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് എഴുതി പോകാനൊക്കെ സാധ്യതയുണ്ട്. മനസ്സിലാക്കുക, അത് മിസ്റ്റേക്ക് ആവും. ഓക്കെ, അല്ലേ, അതുപോലെ ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത് ഈ ഓപ്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഈ ഓപ്ഷൻ ഇറ്റ് സെൽഫ് മീനിങ്ലെസ് ആണെന്ന് നമുക്ക് അതിനകത്തുനിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ പോയി. ഇനി ബാക്കിയുള്ള ആൾക്കാരെ ഓരോരുത്തരെയും നോക്കാം. അടുത്തത് ഡെൽ ക്രോസ് ഡെൽ ഫൈ. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ മീനിങ് ഫുൾ ആണോ എന്നാണ് നോക്കേണ്ടത്. ഫൈവ് വീണ്ടും മാറ്റാം. ഇത് ഞാൻ രണ്ട് ടെക്സ്റ്റ് നോക്കിയത് കൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ ടി ആണ് ആദ്യം ഫസ്റ്റ് ക്ലാസ് തൊട്ട് യൂസ് ചെയ്ത്, പക്ഷേ നമ്മൾ മാറ്റി ഫൈയും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഡെൽ ക്രോസ് ഡെൽ ടി. അപ്പോൾ ഡെൽ ടി എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത് സ്കെയിലാർ ആണ്. സ്കെയിലാറിൻ്റെ ഗ്രേഡിയൻറ്റ് നോ പ്രോബ്ലം, അതെന്താണ്? ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്. അപ്പം കേൾ ഓഫ് എ ഗ്രേഡിയൻറ്റ് എന്നതിനെ വിളിക്കാം. അപ്പോൾ ഗ്രേഡിയൻറ്റ് എന്താണ്? വെക്ടർ ആണ്. അപ്പോൾ കേൾ ഓഫ് എ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് മീനിങ് ഫുൾ. ഓക്കെ, ഇനി നിങ്ങളിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പം ഡെൽ ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഡെൽ ടി? എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ പ്ലസ് സെഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ്. ഇത് രണ്ട് രീതിയിൽ ഇതിൻ്റെ മീനിങ് ഫുൾ. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽ ടി. ഇനി നമുക്ക് ഡെൽ ക്രോസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം ഡെൽ ക്രോസ് സം ക്വാണ്ടിറ്റി, ഇവിടെ ഡെൽ ടി ആണെന്നേ ഉള്ളൂ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനൻറ്റ് എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ്. ആദ്യം ഡെൽ ക്രോസിൻ്റെത് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ടി ബൈ ഇൻറ്റു അല്ല സോറി അടുത്ത ലൈൻ ഡോ ടി ബൈ ഡോ എക്സ് ഡോ ടി ബൈ ഡോ വൈ. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണെന്ന് വിശ്വസിക്കുന്നു. ഡോ ടി ബൈ ഡോ ഇസഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതെന്ത് വരും? എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ടി ബൈ ഡോ ഇസഡ്. ഇതെന്ത് വരും? ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ ടി ബൈ ഡോ വൈ. ദറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ടി ബൈ ഡോ ഇസഡ് ആണ് ഒരെണ്ണം. അടുത്തത് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ ടി ബൈ ഡോ വൈ. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം? ഡോ ഇസഡും ഡോ വൈയും അല്ലെങ്കിൽ ഈ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ ഇൻ്റർചേഞ്ച് ചെയ്താലും പ്രശ്നമില്ല. അതായത് ദിസ് ഈസ് ഈക്വൽ ടു, അല്ലെ ഇത് എന്ത് തന്നെയാണ്?
ഡോ ബൈ ഓഫ്, അല്ലെങ്കിൽ ഈ രണ്ടുപേരും എന്താണ് ഈക്വലാണ്. ഇവിടെ രണ്ടിടത്തും y z ആണ്, പക്ഷേ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്താലും പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ അത് പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്കിത് എന്ത് ചെയ്യാം, ഈ രണ്ട് ടേമുകൾ ഇതും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. അതേപോലെ ഏത് ചെയ്താലും എന്ത് ചെയ്യും, മൈനസ് ആവും. സോ ഇതിൻ്റെ വാല്യൂ കേൾ ഓഫ് എ ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ സ്കെയിലാർ ആണെന്ന് പിന്നെ ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല. അതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഓൾവൈസ് 0, അല്ലെങ്കിൽ ഡെൽ ക്രോസ് ഡെൽ ടി ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഡെല്ലിന് യൂഷ്വലി വെക്ടർ സൈൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ വേറെ രീതിയിൽ കൂടി പറയും. അത് ആക്ച്വലി മീനിങ് ഫുൾ അല്ല, പക്ഷെ ഗ്രിഫിത്തിനകത്ത് അത് രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എ ക്രോസ് ബി ഇൻറ്റു സം കോൺസ്റ്റൻറ്റ് കെ എന്ന് വിചാരിക്കും. ബി ഇൻറ്റു കെ മീനിങ് ഫുൾ ആണ്. അതായത് ഒരു വെക്ടറാണ് ഇത്, വെക്ടറിന് ഒരു കെ എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ല, അത് മീനിങ് ഫുൾ ആണ്. ഇത് നിങ്ങൾ എഴുതിയാൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, സോറി എ ക്രോസ് എ കെ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എ കെ കാൽക്കുലേറ്റ് ചെയ്തോട്ട് എ ക്രോസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പറയാം, എ ക്രോസ് എ ഇൻറ്റു കെ. എ ക്രോസ് എ ഓൾറെഡി എന്താണ്, 0 ആണ്. അപ്പോൾ ടോട്ടലി ഇതെന്താവും, 0 ആവും. അതേപോലെ ഡെൽ ക്രോസ് ഡെൽ എന്ന് ഇതിനെ സങ്കല്പിച്ചാൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് 0. പക്ഷേ ഗ്രിഫിത്ത് തന്നെ പറയുന്നുണ്ട് എന്താണ്, അത് അത്ര എന്താണ് ഒരു സുഖമുള്ള ആൻസർ അല്ല. കാരണം ഈ ഡെൽ ക്രോസും എന്ന് പറയുന്ന രണ്ട് ഇൻഡിപെൻഡൻറ്റ് ആൾക്കാരാണ്. ഡെൽ ക്രോസ് മീനിങ് ഫുൾ ആവുന്നത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇവിടെ ഡെൽ ക്രോസ് ഡെൽ വന്നു, രണ്ട് വെക്ടറാണ്, സെയിം വെക്ടർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, മെസ്സേജ് വല്ലതും ഉണ്ടോ? ഓക്കെ, ഫൈൻ. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി. ഓക്കെ, സോറി, ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി അതല്ല നമ്മളടുത്ത് ചെയ്യുന്നത്. യെസ്, ഓക്കെ, എന്ന് വെച്ചാൽ ഡൈവേർജൻസ് ഓഫ് എ കേൾ എന്ന് വെച്ചാൽ ഇതെന്താണ്, ഒരു വെക്ടറാണ്, ആ വെക്ടറിൻ്റെ ഡൈവേർജൻസ് എടുക്കുന്നുണ്ടോ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ആദ്യം കേൾ വി കണ്ടുപിടിക്കാൻ അറിയാം. കേൾ വി ഒരു വലിയ ടൈം വരും, വലിയ ടൈം അല്ല, ഒരു മൾട്ടിപ്പിൾ ടൈം വരുന്നൊരു സാധനം വരും. ദെൻ അതിൻ്റെ ഡൈവേർജൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം, ആദ്യം ഇത് എഴുതണം, എഴുതിയിട്ട് എല്ലാ ടൈംസും എഴുതി എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും. കേൾ വി എങ്ങനെ എഴുതാം, എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഡോ ഇസഡ്. ഓക്കെ, then Vx, Vy, Vz. ഓക്കെ, ഇതിനെ നിങ്ങൾ എന്തുകൊണ്ട് ഡോട്ട് ചെയ്യണം, ഒരു I ഇൻറ്റു ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ഇസഡ് കൊണ്ട് ഡോട്ട് ചെയ്യണം. ഡോട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ക്യാൻസലായി പോവും. ഓക്കെ, ഇത് നിങ്ങൾ കിട്ടിയോ ആർക്കെങ്കിലും? ചെയ്യാവുന്നേ ഉള്ളൂ, വെറുതെ ചുമ്മാ ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പം അങ്ങനെ 2 പേർക്ക് മാത്രമാണ് വാല്യൂ 0 വന്നത്. എന്തൊക്കെയായിരുന്നു, ഡൈവേർജൻസ് ഓഫ് എ കേൾ, അതാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത് ഗ്രേഡിയൻ്റ് ഓഫ് എ അല്ലല്ലോ, നമ്മൾ ഏതായാലും അതിന് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തേ. അതെ, കേൾ ഓഫ് എ ഗ്രേഡിയൻറ്റ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് എ കേൾ, ഇത് രണ്ടും എന്താവും, 0 ആവും ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ ചിലപ്പം
ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനകത്ത് വിച്ച് ഓഫ് വാല്യൂ ജസ്റ്റ് ഗ്രേഡിയൻറ്റ് ഓഫ് എ കേൾ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് എത്രയാണ് വാല്യൂ ചോദിക്കാം. ഓക്കെ, ഗ്രേഡിയൻറ്റ് ഓഫ് എ കേൾ അല്ല, സോറി, ഡൈവേർജൻസ് ഓഫ് എ കേൾ എന്ന് ചോദിച്ചിട്ട് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി എന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ വാല്യൂ എത്രയാണ് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത രണ്ട് പേരുണ്ട്. ഒന്ന് ഡെൽ ഡോട്ട് ഡെൽ ഫൈ. അത് മീനിങ് ഫുൾ ആണോ എന്ന് നോക്കാം. ഡെൽ ഫൈ എന്ന് പറയുന്നത് വെക്ടറാണ്, അതിനെ മറ്റൊരു വെക്ടർ കൊണ്ട് ഡോട്ട് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. സോ നോ പ്രോബ്ലം. ഡെൽ ഡോട്ട് എപ്പോഴും ആക്ട് ചെയ്യുന്ന ഒരു വെക്ടറിലായിരിക്കും. ഇത് മൊത്തത്തിലൊരു വെക്ടർ ആയതുകൊണ്ട് അത് പ്രശ്നമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഡെൽ ഡോട്ട് ഡെൽ ഫൈ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് വരും? ഡെൽ ഫൈ കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് വരും? ഞാനത് എല്ലാം ചെയ്യുന്നില്ല. ഡെൽ ഫൈ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സം എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് വരും. അതേപോലെ വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് എന്ന് വരും. ദെൻ അതിനെ ഞാൻ എന്തുകൊണ്ടാണ് ഡോട്ട് ചെയ്യുന്നത്? എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് കൊണ്ടാണ് ഡോട്ട് ചെയ്യുന്നത്. അതേപോലെ 3 ടൈം. അപ്പോൾ ഇത് തമ്മിൽ ഇതും കൂടെ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലേ കമ്പൈൻ ചെയ്യത്തുള്ളൂ? എക്സ് ക്യാപ്പും കൂടെ, ദെൻ വൈ ക്യാപ്പും കൂടെ, ദെൻ ഇസഡ് ക്യാപ്പും കൂടെ കമ്പൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഇതെന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ. സിമിലർലി അങ്ങോട്ടുള്ള ടേംസ് എഴുതിയാൽ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സെഡ് സ്ക്വയർ വരെ എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ലാപ്ലേഷ്യൻ. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ മാറ്റി ഇങ്ങനെ എഴുതും. ദിസ് ഈസ് കോൾഡ് ഡെൽ സ്ക്വയർ ഓഫ് ഫൈ എന്ന് എഴുതാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. അതായത് ദിസ് ഈസ് കോൾഡ്, ഈ ഡെൽ സ്ക്വയറിനെ നമ്മൾ ഒരു ഓപ്പറേറ്ററാണ്, ആ ഓപ്പറേറ്ററിനെ നമ്മൾ ലാപ്ലേഷ്യൻ എന്ന് വിളിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സിൽ വേണ്ടുന്നൊരു സാധനം. അതേപോലെ വേറൊന്നു കൂടിയുണ്ട്. അതിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാൽ മതി, എളുപ്പമാണ് സാധനം, വെറുതെ എഴുതി പോകണമെന്നേ ഉള്ളൂ. നമുക്ക് ഫിസിക്സിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു സാധനമാണ്, പക്ഷേ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഡെൽ ഓഫ് ഡെൽ ഡോട്ട് എ എന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ആണ്. ആ ഡൈവേർജൻസിൻ്റെ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇതൊരു സ്കെയിലാർ ആയല്ലോ, സ്കെയിലാറിൻ്റെ ഗ്രേഡിയൻറ്റ്, നോ പ്രോബ്ലം, മീനിങ് ഫുൾ ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഡോ സ്ക്വയർ, ഇതിപ്പോൾ എ അല്ലേ, നമുക്ക് വി എന്നല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്, ഡോ സ്ക്വയർ വി എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി വൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ വി ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ ഇസഡ് ഇൻറ്റു എക്സ് ക്യാപ്പ്, തീർന്നിട്ടില്ല, പ്ലസ്, അതായത് നിങ്ങൾ എക്സ് കമ്പോണൻ്റ് എഴുതുന്ന സമയത്ത് ഇത് എക്സ് സ്ക്വയർ വരും. ഓക്കെ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അടുത്തത് ഡോ സ്ക്വയർ വി എക്സ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ വി വൈ ഡിവൈഡഡ് ബൈ ഡോ സ്ക്വയർ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ ഡോ ഇസഡ് പ്ലസ് ഇൻറ്റു വൈ ക്യാപ്പ്. ഓക്കെ, അടുത്ത ടൈമിൽ ഡോ സ്ക്വയർ വി എക്സ് ഡിവൈഡഡ് ബൈ, ഇത് എഴുതിയെടുക്കണമെന്ന് പോലും നിർബന്ധമില്ല കേട്ടോ, ഞാനങ്ങ് കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഡോ ഇസഡ് ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ വി വൈ ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ വി ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇസഡ് ക്യാപ്. ഇങ്ങനെയാവും കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി, അത് വലിയ എങ്ങും വരാറില്ല, വന്ന് കണ്ടിട്ടില്ല. അത് സ്പെഷ്യലി ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ഫിസിക്സിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു സാധനമാണ്. അടുത്തത് ഒന്നുകൂടെ ഉണ്ട്, ഡെൽ ക്രോസ് ബി, സോറി ഡെൽ ക്രോസ് നമ്മുടെ വി അല്ലേ, ഡെൽ ക്രോസ് വി. നമ്മൾ ഈ സാധനം പഠിച്ചിട്ടുണ്ടാവും, എ ക്രോസ് ബി ക്രോസ് സി, അത് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരുന്നു? ബാക്ക് ക്യാബ് റൂൾ എന്ന് പറയുന്ന സാധനമുണ്ട്, BAC, ബാക്ക് ക്യാബ് മൈനസ് ഐ. ഓക്കെ, ഇതാണ് ബാക്ക് ക്യാബ് റൂൾ. ദാറ്റ് ഈസ് B ഇൻറ്റു എ ഡോട്ട് സി മൈനസ് C ഇൻറ്റു എ ഡോട്ട് ബി. ഓക്കെ,
അപ്പം ഈ രീതിയിൽ നമുക്ക് എന്തിനെ എഴുതാം, ഈ സാധനത്തിന് എഴുതാൻ പറ്റും. സോ ഇതേപോലെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, എടുത്ത് എഴുതാം. എഴുതുമ്പോൾ എന്ത് വരും, ഡെൽ ക്രോസ് വി ഇസ് ഈക്വൽ ടു എന്ത് വരും, സം എ ബി സി. അപ്പം ബി ദറ്റ് ഈസ് ഡെൽ ഓഫ് എ ഡോട്ട് സി ദറ്റ് ഈസ് ഡെൽ ഡോട്ട് വി, ഡെൽ ഓഫ് ഡെൽ ഡോട്ട് വി മൈനസ് സം ക്യാബ് എന്ന് പറയുമ്പം വി ഇൻറ്റു ഡെൽ ഡോട്ട് ഡെൽ. ഓക്കെ, ആൻഡ് ഈ ഡെൽ ഡോട്ട് ഡെല്ലിനെ നമ്മളെടുത്ത് ഇതിവിടെ ഇങ്ങനെ കിടന്നാൽ മീനിങ് ഇല്ല. സോ ഡെൽ ഓഫ് ഡെൽ ഡോട്ട് വി മൈനസ് ഈ വി മാത്രം ഇവിടെ കിടന്നിട്ട് ഡെൽ ഡോട്ട് ഡെൽ ഇവിടെ കിടന്നാൽ അതിന് മീനിങ് ഇല്ല. സോ വിയെ നമ്മൾ അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താവും, ഡെൽ ഡോട്ട് ഡെല്ലിനെ നമ്മൾ ഡെൽ സ്ക്വയർ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ഡെൽ വി എന്നാവും. ആൻഡ് വി കോൾ ഇറ്റ് ആസ് ഡെൽ സ്ക്വയർ. ഇത് ഡെൽ സ്ക്വയർ വി ആവും. ദറ്റ് ഈസ് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് വി മൈനസ് ഡെൽ സ്ക്വയർ വി എന്ന്. ഇത് പലയിടത്തും നമ്മൾ യൂസ് ചെയ്യാറുള്ള റിലേഷനാണ്. ദറ്റ് ഈസ് ഡെൽ ക്രോസ് വി ഈസ് ഈക്വൽ ടു എന്നുള്ള റിലേഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്സിനെ കുറിച്ചുള്ളത്. ഓക്കെ, കുറച്ച് ലാപ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലിടാം, നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ എത്ര ഉണ്ട് ടൈം? ഓക്കെ, 15 മിനിറ്റ് ഉണ്ട്. നമുക്ക് ആ ഹില്ലിൻ്റെ പ്രോബ്ലം ഒന്ന് ചെയ്യണം. ദെൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം കൂടെ. ഓക്കെ, പിന്നെ ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളൊരു ഗ്രൂപ്പിലിടുക, നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഹില്ലിൻ്റെ പ്രോബ്ലം. ഓക്കെ, ഈ പ്രോബ്ലം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അതിനെ എങ്ങനെ ഫിസിക്സ്, ഇപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതിനെ നമ്മൾ പഠിച്ച മാത്സുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ദ ഹൈറ്റ് ഓഫ് എ സർട്ടൻ ഹിൽ ഇൻ മീറ്റർ ഓർ ഫീറ്റ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഫീറ്റ് എന്നാണ്. ഓക്കെ, ഈസ് ഗിവൺ ബൈ h of xy ഫീറ്റ്. h of xy ഈസ് ഹൈറ്റ് ആണ്, ഹൈറ്റിൻ്റെ ഫംഗ്ഷൻ ആണ്. 10 into 2xy minus 3x square minus 4y square minus 18x plus 28y plus 12. ഓക്കെ, ഇതെന്തോ ആയിക്കോട്ടെ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പ്രോബ്ലം അങ്ങനെ ചെയ്യാം. വേർ y is the distance in miles. ഓക്കെ, y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇൻ മൈൽസ് ആണ്. ഓക്കെ, ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഫീറ്റ് എന്ന് പറയുന്ന യൂണിറ്റിലും ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് y വാല്യൂ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മൈലാണ്. y is the distance north and x is the distance south. distance east of South Hadley. ഈ സൗത്ത് ഹാഡ്ലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ലെറ്റ് ഇറ്റ് ബി SH. അതിൻ്റെ നോർത്തിലേക്കും ഈസ്റ്റിലേക്കും ഉള്ള ഡിസ്റ്റൻസുകളാണ് y. അപ്പോൾ y വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണെന്നും എക്സ് വാല്യൂ ഇതാണ്. അതായത് സൗത്ത് ഹാഡ്ലി നമ്മുടെ ഒറിജിനാണ്. ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൈലിലുള്ള ദൂരമാണ് എന്ത്, ഈ പറയുന്ന ഡിസ്റ്റൻസുകൾ. ഓക്കെ, അപ്പം എക്സും വൈയും നിങ്ങൾ എന്തിൽ കൊടുക്കുക, സൗത്ത് ഹാഡ്ലിയിൽ നിന്ന്. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്? അതായത് നിങ്ങളൊരു ഹില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഓരോ പ്ലെയിനും ഓരോ ഹൈറ്റ് വാല്യൂ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എനിക്ക് എന്ത് വിളിക്കാം, ഒരു ഹില്ലെന്ന് വിളിക്കാം. അതായത് ഇങ്ങനെ വിചാരിക്കാം, സപ്പോസ് ഇതൊരു പ്ലെയിനാണ്. ഓക്കെ, അപ്പം ഒരു ഹില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലായിടത്തും ഹൈറ്റ് ഒരുപോലാണെങ്കിൽ h ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഈ ലെവലിനെ 0 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ h ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒരേ ലെവലാണ്. പക്ഷേ ഈ പോയിന്റിൽ ഹൈറ്റ് ഇത്രയുണ്ട്. ഓക്കെ, ഈ പോയിന്റിൽ ഹൈറ്റ് വേറൊന്നാണ്, ഈ പോയിന്റിൽ വേറൊന്നാണ്. എന്ന് വെച്ചാൽ ഓരോ പോയിന്റിലും ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൈറ്റ് വേരിയേഷൻ ഉണ്ട്. ആ ഹൈറ്റ് വേരിയേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സോ എനിക്ക് ജനറലി ഇതിനെ ഒരു സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഈ പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് സൗത്ത് ഹാഡ്ലിയിൽ നിന്ന് 3 മൈൽ മാറിയിട്ടും 4 മൈൽ ഇങ്ങോട്ട് മാറിയിട്ടാണ് ഇവിടുത്തെ ഈ ഹില്ലിൻ്റെ ഹൈറ്റ് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് അതിനർത്ഥം ഈ പോയിന്റിലെ ഈ ഹില്ലിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ XY കോർഡിനേറ്റ് എടുത്ത് ഇതിനകത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഹൈറ്റ് കിട്ടും. ദെൻ ഈ പോയിന്റിലെ കാണണമെങ്കിൽ ഇതിങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ,
അതാണ് ആക്ച്വലി എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഫോമിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വേർ ഈസ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ ലൊക്കേറ്റഡ്? ഹില്ലിൻ്റെ ടോപ്പ് എവിടെയാണ്? ഓക്കെ, എന്ന് വെച്ചാൽ മാക്സിമം ഹൈറ്റ് എവിടെയാണ്? ദെൻ അടുത്തത് ഹൗ ഹൈ ഈസ് ദ ഹിൽ? അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രയാണ്? അപ്പം ഞാനൊരു പ്ലെയിനിൽ നിന്ന് ഈ സാധനം വരച്ചു കഴിഞ്ഞാൽ സംതിങ് ഓക്കെ, ഒരു കട്ട് സെക്ഷൻ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് സപ്പോസ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു 2 ഡയമെൻഷനിൽ ഉള്ളൊരു സാധനമാണെന്ന് വിചാരിക്കാം. ഇതൊരു എഫ് ഓഫ് എക്സും ഇതൊരു എക്സും ആണെങ്കിൽ ഇങ്ങനെ നിങ്ങളൊരു സാധനം വരച്ചിട്ട് അതിൻ്റെ മാക്സിമം എവിടെയാണെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? യു ഫൈൻഡ് ദ മാക്സിമം ഓഫ് ദാറ്റ് കർവ്. ഓക്കെ, എന്താ ചെയ്യുക? ഡി എഫ് ബൈ ഡി എക്സ് എടുത്തിട്ട് ഇക്വേറ്റ് ഇറ്റ് ടു 0, ദെൻ യു ഗെറ്റ് സം വാല്യൂസ്. ആ വാല്യൂ വരുന്നതായിരിക്കും മാക്സിമ അല്ലെങ്കിൽ മിനിമം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? മാക്സിമംസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പക്ഷേ ഇതേ സ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ റേറ്റ് ഓഫ് ചേഞ്ച്, ഇതെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വാല്യൂ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. പക്ഷേ നമ്മുടെ ഈ കേസിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് വിത്ത് റെസ്പെക്ട് ടു എന്താണ് വേണ്ടുന്നത്? എക്സ് ആൻഡ് വൈ. എന്ന് വെച്ചാൽ ഇങ്ങനെ മാറുമ്പോഴും ഹൈറ്റിൽ മാറ്റം വരുന്നുണ്ട്. സോ രണ്ടിലും മാറുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് മാക്സിമം ആവുന്ന സ്ഥലത്ത് അതിൻ്റെ സ്ലോപ്പ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്താവും? 0. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെൽ ഓഫ് എച്ച്, ഗ്രേഡിയൻ്റ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് സം വാല്യൂ ഫോർ എക്സ് ആൻഡ് വൈ. പക്ഷേ ഇവിടുത്തെ ഗ്രേഡിയൻറ്റിന് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് എക്സിലും വൈയിലും മാത്രമുള്ള ഗ്രേഡിയൻറ്റ്, ഇസഡ് ഇട്ടാലും പ്രശ്നമൊന്നും വരത്തില്ല. ഡെല്ലിൻ്റെ ജനറൽ ഫോമിലെ തന്നെ കൊടുത്താലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഐ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് തന്നെ എടുത്തോളൂ. ഇസഡ് ഇല്ലാത്തതുകൊണ്ട് 0 ആയിക്കോളൂ. ഓക്കെ, ആ ടൈം പോയിക്കോളൂ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനെ ഇക്വേറ്റ് ടു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് സം എക്സ് വാല്യൂ ആൻഡ് വൈ വാല്യൂ. സപ്പോസ് ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് x1 ആൻഡ് y1. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 വാല്യൂസ് കിട്ടും. x1നും y1നും ഓരോ വാല്യൂ കിട്ടും. കാരണം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ സെപ്പറേറ്റ് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം, ഇതിനെ സെപ്പറേറ്റ് 0ക്ക് ചെയ്യാം. 2 വേരിയബിൾ 2 ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു x1ഉം y1ഉം കിട്ടി. ആ x1 y1 വാല്യൂവിലായിരിക്കും എന്തുള്ളത്? നമ്മുടെ ഹില്ലിന് മാക്സിമം ഹൈറ്റ് ഉള്ളത്. സപ്പോസ് ഞാൻ ഈ പ്രോബ്ലം ഇപ്പോഴും ചെയ്തിട്ടില്ല, 2 - 3 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഹില്ലിൽ ഈ പോയിന്റ് എവിടെയാണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് വേർ ഈസ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ ലൊക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ 2 എക്സ് ആക്സിസിൽ 2 വൈ ആക്സിസിൽ -3 എന്ന് വെച്ചാൽ താഴേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? സൗത്ത് -3 മൈൽസ് സൗത്ത് ഓഫ് സൗത്ത് ഹാഡ്ലി. ഓക്കെ, സപ്പോസ് ഈ സൗത്ത് ഹാഡ്ലിക്ക് വരാൻ തമ്പാനൂർ എന്ന് വിളിക്കാം. ഈ സൗത്ത് അപ്പം 3 മൈൽസ് സൗത്ത് ഓഫ് തമ്പാനൂർ ആൻഡ് 2 മൈൽസ് ഈസ്റ്റ് ഓഫ് തമ്പാനൂർ. ആ രീതിയിൽ ഇവിടെ വരും എന്നെനിക്ക് പറയാം. ഇനി ആ പോയിന്റിലെ ഹൈറ്റ് എത്രയാണ് എന്ന് വെച്ചാൽ അതാണല്ലോ മാക്സിമം ഹൈറ്റ്. ആ പോയിന്റിൽ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 - 3 എന്നുള്ള വാല്യൂ ഏതിൽ പുട്ട് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് h ഓഫ് 2 - 3 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ മാക്സിമം ഹൈറ്റ്. ഓക്കെ, അടുത്തത് ഹൗ സ്റ്റീപ്പ് ഈസ് ദ സ്ലോപ്പ്. അതാണ് നമ്മുടെ ഗ്രേഡിയൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനം. ഹൗ സ്റ്റീപ്പ് ഈസ് ദ സ്ലോപ്പ് ഇൻ ഫീറ്റ് പെർ മൈൽ at a point 1 mile north and 1 mile east of South Hadley. സൗത്ത് ഹാഡ്ലിയിൽ നിന്ന് 1 മൈൽ ഈസ്റ്റും 1 മൈൽ നോർത്തും ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് ഇവിടെ. ഈ പോയിന്റിലെ എന്താണ്? സ്ലോപ്പ്, സ്റ്റീപ്പ്. ഓക്കെ, എത്ര സ്ലോപ്പ് ഉണ്ട് ഈ പോയിന്റിൽ? ഈ പോയിന്റിലെ ആ ഹില്ലിൻ്റെ ചരിവ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചരിവ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചരിവാണ് ആക്ച്വലി ഞാൻ എവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടേക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആണ് എവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടേക്കുന്നത്? ഡെൽറ്റി. അപ്പോൾ ഡെൽറ്റിക്ക് നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡെൽ എച്ചിന്. അതിനെ ഇക്വേറ്റ് ടു 0 കൊടുത്തിട്ടാണ് x1ഉം y1ഉം കിട്ടിയത്. അപ്പോൾ ഡെൽ എച്ചിൻ്റെ വാല്യൂ യു ഹാവ് ടു ഇവാലുവേറ്റ് ഡെൽ എച്ച് അറ്റ് ദ പോയിന്റ് 1, 1. ദെൻ യു വിൽ ഗെറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റീപ്പ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റീപ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെങ്ങോട്ട് സ്റ്റീപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഡയറക്ഷൻ സഹിതം കൃത്യമായിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമായിട്ട് തന്നെ എൻ്റെ ആൻസർ കിട്ടും. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമായിട്ടല്ല കിട്ടുക, ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് ചേർത്ത് തന്നെ കിട്ടുക. ആ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനാക്കി വേണമെങ്കിലും മാറ്റാൻ പറ്റും. അത്രേ ഉള്ളൂ ഈ പ്രോബ്ലം.
ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഗെറ്റ് ദ ആൻസർ. -2 ഹില്ലിൻ്റെ അതിനകത്ത് എൻ്റെ ആൻസേഴ്സ് ഞാനൊന്ന് എഴുതിയിടാം. നിങ്ങൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലിടാം, നമുക്ക് ബാക്കി ചെയ്യാം. നിങ്ങൾ ജാമൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പ്രോബ്ലം ഒന്നും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് അടുത്ത പ്രാവശ്യം ചോദിക്കത്തൊന്നുമില്ല, പക്ഷെ ജാമിലൊക്കെ ചോദിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ആദ്യത്തേത് x ഈസ് ഈക്വൽ ടു -2 ആൻഡ് y ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും, പാർട്ട് എ. ഓക്കെ, ദെൻ ബിയുടെ ആൻസർ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, സോറി കേട്ടോ. എനിവേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അത് പ്രശ്നമില്ല. ഞാൻ ആൻസർ ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ഗ്രൂപ്പിൽ ഇട്ടുതരാം. നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കൂ, കിട്ടുന്നെങ്കിൽ ആരെങ്കിലും ആൻസർ ഇടൂ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടിടാം. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം കൂടിയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഡിസ്കസ് ചെയ്യും. അതിനുവേണ്ടി കൂടിയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ സമയത്തായി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാലും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയിലേക്ക് പോകാം. അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, v ഈസ് ഈക്വൽ, ഞാനിതിപ്പം പ്ലോട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. r ക്യാപ്പ് ബൈ r സ്ക്വയർ. ഓക്കെ, അപ്പം r എന്ന് പറഞ്ഞാൽ എന്താണ്? r ഈസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk. അപ്പം ഇതെന്താണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. അപ്പം r വെക്ടർ r എന്താണ്? r ക്യാപ്പ് എന്താണ്? xi ക്യാപ്പ് പ്ലസ് yj ക്യാപ്പ് പ്ലസ് z k ക്യാപ്പ് ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ ക്യാപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സോറി എക്സ് സ്ക്വയർ പ്ലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ആർ ക്യാപ്പ് ആ ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഇത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇതൊരു വെക്ടർ ഫംഗ്ഷൻ ആണ് അല്ലേ? കാരണം ഇതിനകത്ത് എന്തുണ്ട്? ഒരു ആർ ക്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ മൊത്തത്തിൽ എടുത്തിട്ട് എങ്ങനെ എഴുതാം? ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സം 1/√of x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഞാൻ ഇനി പുറത്തെടുക്കുന്നു. ഇൻറ്റു എന്തുകൊണ്ട് ഇത് റേസ് ടു 1/2 ആണ്. ഇനി ഇതിനകത്ത് എന്തുണ്ട്? ബൈ ആർ സ്ക്വയർ ഉണ്ട്. ഫുൾ അങ്ങ് എഴുതാം. സോ ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് ഇസഡ് കെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ് ഇൻറ്റു 1/r സ്ക്വയർ. 1/r സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താവും? എക്സ് ഡിവൈഡഡ് ബൈ ഇതെന്താണ്? റേസ് ടു 1/2, ഇത് റേസ് ടു 1 ആണ്. ദെർഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് അതേപോലെ ഇസഡ് ഡിവൈഡഡ് ബൈ സെയിം റേസ് ടു 3/2 ഇൻറ്റു ഇസഡ് ക്യാപ്പ്. സോ ഞാൻ ഈ വെക്റ്റർ ഫംഗ്ഷനെ നമ്മൾ പഠിച്ച രീതിയിലേക്കാക്കി മാറ്റി. തന്നത് എങ്ങനെയായിരുന്നു? ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്നാണ്. ഇതെടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഐ കനോട്ട് കാൽക്കുലേറ്റ് ദ ഡൈവേർജൻസ്. ഡൈവേർജൻസ് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ നമുക്കറിയാവുന്ന എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് വരുന്ന ഫോമിലേക്ക് മാറ്റണം. നമ്മൾ ഈ കോംപ്ലക്സ് ചെയ്യുന്ന സമയത്ത് എ പ്ലസ് ഐ ബി ഫോമിലേക്കൊക്കെ മാറ്റത്തില്ല, അതാണ്ട് അതുപോലെ ആ കമ്പോണൻറ്റ് വൈസ് ആ ഒരു ഫോമിലേക്ക് മാറ്റി. അപ്പോൾ ഇതാണെന്ത്? എൻ്റെ വി എക്സ്, ഇതാണ് എൻ്റെ വി വൈ ആൻഡ് ഇതാണ് എൻ്റെ വി സെഡ്. ഐ ഗോട്ട് എല്ലാം കിട്ടി. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡൈവേർജൻസ് ഓഫ് വി. ഇങ്ങനെയായിരുന്നു. ഡോ വി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ വൈ ഡോ വി വൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞ് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് നിങ്ങൾ ചെയ്താൽ മതി. നമുക്കൊരു ഇത് വരച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ 2 ഡയമെൻഷനിലാണ് വീണ്ടും വരയ്ക്കുന്നത്. സോ 2 ഡയമെൻഷനിൽ ഈ സാധനം വരച്ചു കഴിഞ്ഞാൽ 1 1 എന്നുള്ള പോയിന്റ് ആദ്യം നോക്കാം.
ഇറ്റ് വിൽ ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് ആർ. അപ്പോൾ ഈ പോയിന്റിലെ ആർ എന്ന് പറഞ്ഞാൽ XI + YJ ആണ്. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലായിരിക്കും ആർ ഉണ്ടാവുക. ഓക്കെ, ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1/r² ആയിരിക്കും. അപ്പം ഇത് എത്ര ഡിസ്റ്റൻസ് വരുന്നോ ഡിസ്റ്റൻസ്, അപ്പോൾ ഈ ഡിസ്റ്റൻസിനാണല്ലോ നമ്മൾ ആർ എന്ന് വിളിക്കുന്നത്. ആറ് കൂടുന്നതനുസരിച്ച് ഈ വെക്ടറിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². എന്ന് വെച്ചാൽ ആറ് കൂടുന്നതനുസരിച്ച് ലെങ്ത് കുറഞ്ഞു വരണം. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഓരോന്നും എടുത്ത് വരച്ച് മെനക്കെടുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ പോയിന്റിൽ ഇതിങ്ങനെ വരും, പിന്നെ അല്ലെങ്കിൽ ഈ പോയിന്റിൽ ഇതിങ്ങനെ വരും, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറുതായി വരും. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിങ്ങനെ ഇങ്ങനെ നല്ല പരിചയമുള്ള സാധനമായിരിക്കും ഇത്. ഓക്കെ, നിങ്ങളിത് +2 ടെക്സ്റ്റിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് പോയി നോക്കിയാൽ മതി. ഏതാണ്ട് ഇതുപോലൊരു പടം അവിടെ ഉണ്ടാവും. ദൂരേക്ക് പോകുമ്പോൾ ലെങ്ത് കുറഞ്ഞു വരും. അതായത് ഇത് വരച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനൊരു സാധനമാണ് കിട്ടുക. അതായത് ഡൈവേർജിങ് ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് നിങ്ങൾക്ക് കിട്ടും, പുറത്തേക്ക് പോകുന്ന ഒരു ഫീൽഡ് കിട്ടും. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. വി ആർ എക്സ്പെക്ടിങ് എ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും സർപ്രൈസിങ് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ ഈ സാധനം വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം ഈ സാധനം. E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² r². അതാണ് ഈ വരച്ചു വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ ക്യൂവും ഈ സാധനങ്ങളൊന്നും ഇതിനകത്ത് വരത്തില്ല. വെക്ടർ ഫംഗ്ഷനകത്ത് വരുന്ന അല്ലെങ്കിൽ എല്ലാം കോൺസ്റ്റൻസ് ആണ് ഒരു പർട്ടിക്കുലർ ചാർജിന്. സോ r²/r² ആണ് ഫീൽഡ് മാറുന്നതനുസരിച്ച്, പോയിന്റ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് ആക്ച്വലി ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാധനമാണ്. ഇലക്ട്രിക് ഫീൽഡിനെ ആദ്യകാലത്ത് റെപ്രസെൻറ്റ് ചെയ്ത് ഇങ്ങനെയാണ്, കണ്ടിന്യൂസ് ലൈൻസ് അല്ല. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ലൈൻസ് വരച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഐഡിയ പോകുമോ എന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ഫ്ലെക്സ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. ഞാനത് പറയുന്നില്ല, നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുമ്പോൾ അത് പറയാം. ഇല്ലെങ്കിൽ NCERT വായിച്ചാൽ മതി, അതിനകത്തുണ്ട് ഇതിന് ഉത്തരം. അപ്പം ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് എന്താണ്? ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അല്ലെങ്കിൽ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷന് എന്തുണ്ടാവണം? ഒരു ഡൈവേർജൻസ് ഉണ്ടാവണം. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് കിട്ടുമ്പോൾ ഒരു ഡൈവേർജൻസ് കിട്ടണം. നമുക്കത് ചെയ്ത് നോക്കുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് അതിൻ്റെ ആൻസർ അതിനകത്തിട്ടേക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലംസ് ഒക്കെ എല്ലാവർക്കും കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കുക. കിട്ടിയവരുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഇന്നിടാം കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ. ക്ലാസ്സിൻ്റെ ടൈം നമ്മൾ 1.5 മണിക്കൂറാക്കി ചുരുക്കി, കാരണം ഡേറ്റ തീർക്കണ്ട എന്നുള്ളത് കൊണ്ട്. 2 മണിക്കൂർ കുറച്ച് കൂടുതലാണെന്ന് എനിക്കും തോന്നി. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ?